softening തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത ചോദ്യം, catalysis can be classified into two groups, homogeneous and heterogeneous. രണ്ട് തരം catalysis ആണുള്ളത്, homogeneous ഉം heterogeneous ഉം. What do you mean by homogeneous catalysis? Write one example for heterogeneous catalysis. എന്താണ് homogeneous catalysis? heterogeneous catalysis ഒരു എക്സാമ്പിൾ എഴുതുക. ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചേക്കുന്നതാണ്, എഴുതുന്നേക്കുന്നതാണ്, നോക്കി എഴുതുക, പഠിക്കുക. Which of the following is an emulsifying agent? താഴെ തന്നിരിക്കുന്നവയിൽ emulsifying agent ഏതാണ്? മിൽക്ക്, ബട്ടർ, ഗം, ലാം ബ്ലാക്ക്. ഇച്ചിരി നേരം മുമ്പ് എഴുതുന്നതാണ്. ഇമൽഷൻസ് എന്നുള്ള ഭാഗത്ത് എഴുതുന്നിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഏതാണ് emulsifying agent എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത്, which of the following is an example of adsorption? ഇത് ആക്ച്വലി അവർക്ക് സ്പെല്ലിംഗ് മാറിപ്പോയതായിരിക്കും. അഡ്സോർപ്ഷൻ ആയിരിക്കില്ല, അബ്സോർപ്ഷൻ ആയിരിക്കും ഉദ്ദേശിച്ചത്. which of the following is an example of absorption ആയിരിക്കും. കാരണം ഇതിന്റെ അകത്ത് ബാക്കി എല്ലാ അഡ്സോർപ്ഷൻ തന്നെയാണ്. ഇതിന്റെ അകത്ത് ഞാൻ നോക്കിയിട്ട് ഇപ്പൊ വാട്ടർ ഓൺ കാൽഷ്യം ക്ലോറൈഡ്, അതാണ് അബ്സോർപ്ഷന്റെ എക്സാമ്പിൾ. വാട്ടർ ഓൺ കാൽഷ്യം ക്ലോറൈഡ്, ബാക്കിയെല്ലാം അബ്സോർപ്ഷൻ ആണ്. വാട്ടർ ഓൺ കാൽഷ്യം ക്ലോറൈഡ് ആണ് ആൻസർ, അബ്സോർപ്ഷന്റെ എക്സാമ്പിൾ. അടുത്തത്, റൈറ്റ് എനി ടു ഡിഫറൻസസ് ബിറ്റ്വീൻ അബ്സോർപ്ഷൻ ആൻഡ് അഡ്സോർപ്ഷൻ. അബ്സോർപ്ഷനും അഡ്സോർപ്ഷനും തമ്മിലുള്ള എന്തെങ്കിലും രണ്ട് ഡിഫറൻസ് എഴുതുക, നമ്മൾ പഠിപ്പിച്ചേക്കുന്നതാണ്, നോക്കി എഴുതുക. ബേസ്ഡ് ഓൺ ദ പാർട്ടിക്കിൾ ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, colloidal systems are classified into multimolecular, macromolecular and associated colloids. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് മൾട്ടിമോളിക്കുലാർ കൊളോയിഡ്, മൈക്രോമോളിക്കുലാർ കൊളോയിഡ്, അസോസിയേറ്റഡ് കൊളോയിഡ്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിനകത്ത് തന്നെ which of the following is an example of multimolecular colloidal system? ഈ താഴെ തന്നിരിക്കുന്നവയിൽ മൾട്ടിമോളിക്കുലാർ കൊളോയിഡൽ സിസ്റ്റം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. മൾട്ടിമോളിക്കുലാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ പോളിവിനൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോളിമർ ആണ്. പോളിമർ ആവുമ്പോൾ അത് മാക്രോമോളിക്കുലാർ ആണ് വരുള്ളൂ. സോപ്പ് മിസില്ലി ആണ്, അത് നമുക്ക് അതുകൊണ്ട് മൈസിലാണ്, അപ്പൊ അതും വരില്ല. പിന്നെ സ്റ്റാർച്ച് ഇൻ വാട്ടർ എന്ന് പറഞ്ഞാലും സ്റ്റാർച്ചും വലിയ മോളിക്യൂളാണ്, അപ്പൊ അതും എന്താണ് മാക്രോമോളിക്കുലാർ ക്ലോറൈഡിലേ വരുള്ളൂ. അപ്പൊ ഫെറിക് എന്നുള്ള അതാണ് ആൻസർ. ഫെറിക് ഹൈഡ്രോക്സൈഡ് ഇൻ വാട്ടർ, അതാണ് മൾട്ടിമോളിക്കുലാർ ക്ലോറൈഡ്. ബാക്കിയെല്ലാം മാക്രോമോളിക്കുലാർ ക്ലോറൈഡും മൈസിലും ഒക്കെയാണ്. ഇനി അസോസിയേറ്റഡ് കൊളോയിഡ്സ് ആർ ഓൾസോ നോൺ ആസ് മൈസിൽസ്. ഹൗ ദേ ആർ ഫോംഡ്? എങ്ങനെയാണ് മൈസിൽ ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലയോഫോബിക് കൊളോയിഡ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ലയോഫോബിക് കൊളോയിഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. എന്താ കൊളോയിഡ്സിന്റെ എക്സാമ്പിൾ ചോദിക്കുന്നു, മൈസിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇങ്ങനെയുള്ള ഡയറക്റ്റ് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നുള്ളൂ. പ്രോബ്ലംസ് ഒന്നും ഇല്ല. റൈറ്റ് എനി 4 ആപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡ്. കൊളോയിഡിന്റെ 4 ആപ്ലിക്കേഷൻ, അത് നമുക്ക് പഠിക്കാനില്ല, ഈ തവണ ഇല്ലാത്ത ചോദ്യമാണ്, അത് വിട്ടേക്കുക, നമുക്ക് ആവശ്യമില്ല. Salts are colloidal systems in which dispersion medium is a liquid and dispersed phase is a solid. Write any 4 differences between lyophilic salts and lyophobic salts. Lyophilic salt lyophobic salt തമ്മിലുള്ള 4 വ്യത്യാസം എഴുതാനാണ് പറഞ്ഞത്, നമ്മൾ എഴുതി തന്നിട്ടുണ്ട്, പഠിക്കുക. Write a general procedure for peptidization. എന്താണ് peptidization എന്നാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ പഠിപ്പിച്ചേക്കുന്നതാണ്. Adsorption has many applications. Write any 2 applications of adsorptionന്റെ ഏതെങ്കിലും 2 ആപ്ലിക്കേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 10 ആപ്ലിക്കേഷൻ വരെ പുസ്തകത്തിൽ കിടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് 6 എണ്ണമെങ്കിലും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ 2 എണ്ണമാണ് ഇപ്പൊ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, physisorption and chemisorption are 2 different types of adsorption. Write any 4 differences between. വീണ്ടും ആ ചോദ്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കുവാണ്. physisorption chemisorption തമ്മിലുള്ള 4 വ്യത്യാസം എഴുതുക. Explain homogeneous catalysis with one example. വീണ്ടും റിപ്പീറ്റ് ആണ് ചോദ്യം. Activity and selectivity are the 2 important terms used in catalysis. Explain these terms with the suitable examples. ഞാൻ എഴുതി തന്നേക്കുന്നതാണ്. എന്താണ് ആക്ടിവിറ്റി, എന്താണ് സെലക്ടിവിറ്റി, അതിന്റെ എക്സാമ്പിൾ എഴുതുക. അടുത്ത ചോദ്യം, what are adsorption isotherm? Write the Freundlich adsorption isotherm equation and plot a graph based on it. Adsorption isotherm എന്ന് പറഞ്ഞാൽ എന്താണ്? Freundlich adsorption isothermന്റെ ഇക്വേഷനും ഗ്രാഫും വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. Briefly explain the different types of emulsions and give one example for each. Different types of emulsions ഏതൊക്കെയാണ്? നമ്മളിപ്പോ പറഞ്ഞത് ഓയിൽ ഇൻ വാട്ടറും വാട്ടർ ഇൻ ഓയിലും, അതിന്റെ എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത ചോദ്യം, which among the following is not an electrical property of colloid? താഴെ തന്നിരിക്കുന്നവയിൽ കൊളോയിഡിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണെന്ന് അത് നിങ്ങൾ തന്നെ പറയണം. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി അല്ലാത്ത പ്രോപ്പർട്ടി ഏതാണ്? ഇലക്ട്രോഫോറസിസ് ഉണ്ട്, ഇലക്ട്രോ ഓസ്മോസിസ് ഉണ്ട്, കൊയാഗുലേഷൻ ഉണ്ട്, ടിൻഡൽ എഫക്ട് ഉണ്ട്. ഇതിന്റെ അകത്ത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. കൊളോയിഡിന്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി അല്ലാത്ത പ്രോപ്പർട്ടി
ഏതാണ് ഹാഫിസ്? ടിൻഡൽ എഫക്ട്. ടിൻഡൽ എഫക്ട്. ടിൻഡൽ എഫക്ട് പിന്നെ എന്ത് പ്രോപ്പർട്ടി ആണെന്ന ഹാഫിസിന് തോന്നുന്നത്? ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പിന്നെ എന്ത് പ്രോപ്പർട്ടി ആയിരിക്കും? മെക്കാനിക്കൽ പ്രോപ്പർട്ടി. കേൾക്കാൻ പറ്റില്ല, ചേട്ടാ ഉറക്കെ പറഞ്ഞേ. മെക്കാനിക്കൽ പ്രോപ്പർട്ടി. മെക്കാനിക്കൽ പ്രോപ്പർട്ടി. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മള് ഫിസിക്കൽ വർക്ക് ഉൾപ്പെടുന്നതാണ്. അത് ഫിസിക്കൽ വർക്ക് ഒന്നും ഇല്ലല്ലോ. മെക്കാനിക്കൽ പ്രോപ്പർട്ടി. കെമിക്കൽ പ്രോപ്പർട്ടി. കെമിക്കൽ പ്രോപ്പർട്ടി ഒന്നുമില്ല, കാരണം കെമിക്കൽ റിയാക്ഷൻ ഒന്നും അവിടെ നടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് കെമിക്കൽ പ്രോപ്പർട്ടി അല്ല. അത് അറിയില്ല. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി. ഇറ്റ് ഈസ് ആൻ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി. കാരണം ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട സാധനം ആയതുകൊണ്ട് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ടിൻഡൽ എഫക്ട് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ്, ബാക്കിയൊക്കെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അതാണ് അതിന്റെ ആൻസർ. അടുത്ത ചോദ്യം, ഫ്രണ്ട്ലിച്ച് അബ്സോർപ്ഷൻ ഐസോതേർം ഈസ് x/m equal to k p raised to 1 p raised to 1 by n. Answer the following based on Freundlich absorption isotherm. What is adsorption isotherm? എന്താണ് adsorption isotherm എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഡെഫിനിഷൻ നമുക്ക് പുസ്തകത്തിൽ ഞാൻ അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ടേംസ് ഇൻ ദ എബവ് ഇക്വേഷൻ. ഈ കൊടുത്തിരിക്കുന്നതിൽ ടേംസ് എക്സ് എന്താണ്, എം എന്താണ്, കെ എന്താണ്, പി എന്താണ്, എൻ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നേക്കുന്നതാണ്. അപ്പൊ അത് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. State Hardy-Schulze rule with the help of an example. Hardy-Schulze rule അത് നമ്മൾ പഠിപ്പിച്ചേക്കുന്നതാണ്. ഞാൻ ആ ലോ എഴുതി തന്നിട്ടുണ്ട്, ഒരു എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. Why lyophobic colloids are used as protective colloid? അതിന്റെ ആൻസർ ഞാൻ എഴുതി തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ലയോഫിലിക് കൊളോയിഡ്സിനെ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? അടുത്തതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ പറയുക. The ion that is more effective for the coagulation of negatively charged AS2S3 സോൾ ഈസ്. അപ്പൊ ഈ സോള്, ഈ AS2S3 എന്ന് പറയുന്ന സോള് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കൊളോയിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കൊളോയിഡിനെ കൊയാഗുലേറ്റ് ചെയ്യാൻ ഈ 4 അയോണിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന്. അയോൺസ് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് വായിക്കാം. Al3+, PO4 3-, SO4 2-, Na+. അപ്പൊ AS2S3 എന്ന് പറയുന്ന ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് സോളാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ കൊയാഗുലേറ്റ് ചെയ്യിപ്പിക്കാൻ ഏറ്റവും നല്ല അയോൺ ഏതാണെന്ന്. വിച്ച് അയോൺ? Al3+ ആണോ, PO4 2-, 3- ആണോ, SO4 2- ആണോ, അതോ Na+ ആണോ? ജസിയ. Al3+ ആണോ? Al3+ ആണ്. ഏത് റൂൾ വെച്ചിട്ടാ ജസിയ പറഞ്ഞത്? അത് ഓർക്കല്ല. ഹാർഡി-സ്ക്യൂൾസ് റൂള്. ഹാർഡി-സ്ക്യൂൾസ് റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? Al3+ ആണ് ഏറ്റവും നല്ല കൊയാഗുലേറ്റ്. കാരണം ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡിനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ, കൊയാഗുലേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള അയോൺ വേണം. അപ്പൊ ഇവിടെ 2 പോസിറ്റീവ് അയോൺ ഉണ്ട്, Al3+ ഉണ്ട്, Na+ ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും ചാർജ് കൂടിയ പോസിറ്റീവ് അയോൺ Al3+. അതിനകത്ത് 3 പോസിറ്റീവ് ചാർജ് ഉണ്ട്. Na+ ആകെ 1 പോസിറ്റീവ് ചാർജേ ഉള്ളൂ. അപ്പൊ കൂടിയ പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാണ് കൂടുതൽ കൊയാഗുലേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് Al3+ ആൻസർ ആയിട്ട് എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം, റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആൻഡ് കെമിസോർപ്ഷൻ. ഇത് വീണ്ടും ചോദിച്ചേക്കുവാണ്. വാട്ട് ഈസ് ആൻ അഡ്സോർപ്ഷൻ ഐസോതേർം? ഡിസ്ക്രൈബ് ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേർം. വീണ്ടും റിപ്പീറ്റ് ആണ്. അടുത്തത്, there are mainly 2 types of adsorption, physisorption and chemisorption. Differentiate between physisorption and chemisorption. ഇത് വീണ്ടും ചോദിച്ചേക്കുവാണ്. റൈറ്റ് എനി 2 applications of adsorption. അഡ്സോർപ്ഷന്റെ ഏതെങ്കിലും 2 ആപ്ലിക്കേഷൻസ് എഴുതുക. ഇത്രയാണ് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചേക്കുന്ന ചോദ്യങ്ങൾ. അപ്പൊ എല്ലാം തന്നെ ഡയറക്റ്റ് ചോദ്യമാണ്, എല്ലാം ഭാഗങ്ങളും പഠിപ്പിച്ചേക്കുന്നതുമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങൾ പുസ്തകത്തിലും ഞാൻ എഴുതി തന്നതും ഒക്കെ ആയിട്ട് നോക്കി പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. അപ്പൊ നമ്മളൊരു ചാപ്റ്റർ വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു, ചാപ്റ്റർ 3 ഇലക്ട്രോ കെമിസ്ട്രി. അപ്പൊ ആ ചാപ്റ്റർ ആണ് ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. 3ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി. ഓക്കെ, എല്ലാരും
ഇതിന്റെ കുറെ ഭാഗങ്ങൾ നമ്മൾ പഠിപ്പിച്ചതാണ് ചാപ്റ്റർ 3. അപ്പോഴാണ് നിങ്ങൾക്ക് +1 എക്സാം വന്നത്. അതുകൊണ്ടാണ് നമ്മളത് പിന്നീട് വന്നപ്പോൾ പഠിപ്പിക്കാതിരുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി. ഇതിന്റെ ആദ്യത്തെ കുറെ ഭാഗം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതായിരുന്നു. പക്ഷെ പറഞ്ഞത് 2 മാസം മുമ്പാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓർമ്മയിൽ നിന്നൊക്കെ അത് പോയി കാണും മിക്കവാറും. അപ്പോ ഞാനത് ഒന്നോടെ പറയുകയാണ്. പക്ഷെ ഇതിന്റെ നോട്ട് ഞാൻ കുറെ ഭാഗം നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. കയ്യിലുണ്ടോ? അത് കൊണ്ട് കളഞ്ഞോ? എനിക്കൊന്ന് അറിഞ്ഞപ്പോഴായിരുന്നു. നോട്ട് ഇലക്ട്രോ കെമിസ്ട്രിയുടെ കുറെ നോട്ട് ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നോട്ട് നിങ്ങൾ എവിടെന്നെങ്കിലും തപ്പി കണ്ടുപിടിച്ചോളണം. ഞാൻ എഴുതി തന്ന ഗാൽവാനിക് സെൽ എന്താണ്, ഡാനിയൽ സെൽ എന്താണ്, അതിന്റെ കൺസ്ട്രക്ഷൻ എന്താണ്, വർക്കിംഗ് എങ്ങനെയാണ്, റിയാക്ഷൻ എങ്ങനെയാണ്, മുതലായ കുറെ കാര്യങ്ങൾ. പൊട്ടൻഷ്യൽ വരെ എഴുതുന്നതെന്നാണ് എന്റെ ഓർമ്മ. സെൽ പൊട്ടൻഷ്യൽ വരെ. ആദിൽ നസീഹിന്റെ കയ്യിലുണ്ടോ നോട്ട്? അവസാനം എഴുതിയേക്കുന്ന സെന്റൻസ് ഒന്ന് വായിച്ച്. കാണുന്നില്ലല്ലോ. അപ്രത്യക്ഷമായി പോയോ? അല്ല, എഴുതിയിട്ടുണ്ടായിരുന്നു. നോക്കിക്കോന്നോടെ. വേറെ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ നോട്ട്? സാർ കിട്ടി. കിട്ടി. അവസാനത്തെ സെന്റൻസ് ഒന്ന് വായിച്ചേ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അല്ല, സെന്റൻസ്, അവസാനത്തെ സെന്റൻസ് ഒന്ന് വായിച്ചത്. ഹെഡിങ് എഴുതി നിർത്തിക്കോണോ? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന്. അല്ല, അതിന് ഒരു സെന്റൻസും കൂടെ എഴുതിയിട്ടുണ്ട്. എന്നാ എഴുതിയേക്കണേ? When the concentrations of all the species involved in the half cells is unity, then the electrode potential is known as standard electrode potential. Okay. അപ്പൊ അത്രയാണ് എഴുതി നിർത്തിയേക്കുന്നത് അല്ലെ? ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി തന്നു കഴിഞ്ഞു. അപ്പൊ ഇനി കുറച്ചും കൂടെ അതിനകത്ത് എഴുതാനുള്ളൂ ബാക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങള് നിങ്ങൾ ഒന്നോടെ വായിച്ചു നോക്കണം. അപ്പൊ അത് തന്നെയാണ് ഞാൻ ഇന്ന് ഒന്നോടെ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഞാൻ നോട്ടായിട്ട് എഴുതി തന്നേക്കുന്ന സാധനം തന്നെയാണ് ഞാൻ ഒന്നോടെ പറയാൻ പോകുന്നത്. കാരണം ഒന്ന് ഓർമ്മ പുതുക്കാനായിട്ട്. അപ്പൊ ഈ ചാപ്റ്റർ ആദ്യം തൊട്ട് ഞാൻ പറയുവാണ്, ഒന്നോടെ ശ്രദ്ധിച്ച് കേട്ടോളുക. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് നമുക്കത് പറയാൻ പറ്റും. അതായത് അത് കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. കെമിസ്ട്രിക്ക് ഇഷ്ടംപോലെ ബ്രാഞ്ചുകൾ ഉണ്ടല്ലോ. നമ്മള് കുറെ ബ്രാഞ്ച്, ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, കെമിസ്ട്രി എന്നൊക്കെ കുറെ ബ്രാഞ്ച് ഉണ്ട്. ഇപ്പൊ നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് പഠിച്ചു, ഇപ്പൊ സർഫസ് കെമിസ്ട്രി പഠിച്ചു. ഇതൊക്കെ കെമിസ്ട്രിയുടെ ബ്രാഞ്ചുകളാണ്. ഇതുപോലെ കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് എന്താ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് എനർജിയും കെമിക്കൽ എനർജിയും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്താ ഇലക്ട്രിക് എനർജി, കെമിക്കൽ എനർജി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്ന് പഠിക്കുന്ന ബ്രാഞ്ചാണ് ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആക്കി എങ്ങനെ മാറ്റാം, കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി എങ്ങനെ മാറ്റാം, ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ബ്രാഞ്ചിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പൊ ഇറ്റ് ഡീൽസ് വിത്ത് ദ ട്രാൻസ്ഫോർമേഷൻസ് അല്ലെ? ട്രാൻസ്ഫോർമേഷനെ പറ്റിയാണ് പഠിക്കുന്നത്. എന്ത് ട്രാൻസ്ഫോർമേഷൻ? ഒന്നെങ്കിൽ ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്ന ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ട്രാൻസ്ഫോർമേഷൻ. ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇത്രയും നാളും പഠിച്ച ചാപ്റ്റർ പോലെയല്ല, ഇതൊരു ഇച്ചിരോടെ ടഫായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് അതിന്റെ ആശയങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ പല കാര്യങ്ങളും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക എന്താണ് പറയുന്നത് കേട്ടോ. പിന്നീടാണെങ്കിലും വായിച്ചാൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പറയുന്നത് നിങ്ങൾ വൃത്തിയായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ നോക്കുക, 2 തരം ട്രാൻസ്ഫോർമേഷൻസ്. എന്തൊക്കെയാണ് 2 തരം ട്രാൻസ്ഫോർമേഷൻസ്? ഒന്ന് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ എന്താക്കി മാറ്റുവാണ്? കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. അതല്ലെങ്കിൽ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഈ 2 ട്രാൻസ്ഫോർമേഷനെ പറ്റിയാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്, ഇലക്ട്രോ കെമിസ്ട്രിയിൽ. പിന്നെ ഇത് എങ്ങനെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേതാണ്
ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു കെമിക്കൽ എനർജി എന്ന് പറയുന്ന സാധനം എങ്ങനെയാ ഉണ്ടാവുന്നത്? കെമിക്കൽ എനർജി ഉണ്ടാവുന്നത് എങ്ങനെയാ കെമിക്കൽ എനർജി ഉണ്ടാവണേ കൈലാസനാഥൻ? അതൊരു സൊല്യൂഷനും സോൾവെന്റും കൂടെ ചേർന്ന്. സൊല്യൂഷനും സോൾവെന്റും കൂടി ചേരുമ്പോൾ എന്ന് പറഞ്ഞാൽ ശരിയാണോ കെമിക്കൽ എനർജി ഉണ്ടാവണത്? സഹല ഒരു ഒരു ഓഡിയോ ഓഫാ. എങ്ങനെ കെമിക്കൽ എനർജി ഉണ്ടാവും? ആദിൽ, നസീഹ്. റിയാക്ഷൻ നടക്കുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ. അല്ലാണ്ട് പിന്നെ എങ്ങനെയാ കെമിക്കൽ എനർജി ഉണ്ടാവുന്നത്? കെമിക്കൽ എനർജി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കണം. അപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴാണ് അതിൽ നിന്നുണ്ടാവുന്ന എനർജിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കെമിക്കൽ എനർജി എന്ന് പറയുന്നത്. കെമിക്കൽ എനർജി ഉണ്ടാവണമെങ്കിൽ അപ്പൊ കെമിക്കൽ റിയാക്ഷൻ നടക്കണം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇലക്ട്രിക്കൽ എനർജീനെയാണ് കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നത് അല്ലെ? ആദ്യത്തെ പ്രോസസ്സിൽ ഇലക്ട്രിക്കൽ എനർജീനെയാണ് കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു കെമിക്കൽ എനർജി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? കെമിക്കൽ റിയാക്ഷൻ നടക്കണം. അപ്പൊ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തത്, അങ്ങനെ നമുക്ക് പറയാം. അതായത് ഞാൻ എന്ത് ചെയ്തു? ഇലക്ട്രിക്കൽ എനർജി ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നു. അപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് വഴി ഉണ്ടാവുന്ന എനർജിയാണ് കെമിക്കൽ എനർജി. ഇതാണ് ആദ്യത്തെ റിയാക്ഷൻ, ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അപ്പൊ ഇലക്ട്രിക്കൽ എനർജിനെ എങ്ങനെ കെമിക്കൽ എനർജി ആക്കി മാറ്റാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു, ആ റിയാക്ഷൻ ചുമ്മാ നടക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എനർജി കൊടുത്തു, നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു. ഇലക്ട്രിക്കൽ എനർജി കൊടുത്തപ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻ നടന്നു. ആ കെമിക്കൽ റിയാക്ഷൻ നടന്നത് വഴി ഒരു എനർജി ഉണ്ടായി. ആ എനർജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കെമിക്കൽ എനർജി എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻസിനെ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ടൈപ്പ് റിയാക്ഷൻസിനെ എന്ത് പേരിട്ട് വിളിക്കാം? എന്ത് പേരിട്ട് വിളിക്കും? അസ്ലം, എന്ത് പേരിട്ട് വിളിക്കും ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെ? ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെ ഇലക്ട്രിക് അല്ല, ഇതൊക്കെ ഞാൻ ഒരു തവണ പറഞ്ഞതാ, നിങ്ങൾ മറന്നേ പോയി സംഭവം. ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെ എന്ത്? സ്വന്തമായിട്ട് നടക്കില്ലാത്ത റിയാക്ഷൻ. അതുകൊണ്ടാണ് ഞാൻ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തത്. ഇലക്ട്രിക്കൽ എനർജി കൊടുത്തപ്പോൾ മാത്രമേ റിയാക്ഷൻ നടന്നു. നോൺ സ്പോണ്ടേനിയസ് നോക്കി പറഞ്ഞേ. നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്താണ് വിളിക്കുന്നത്? നോൺ സ്പോണ്ടേനിയസ്. നോക്കുക, നോൺ സ്പോണ്ടേനിയസ്, നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. എന്താണ് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്വന്തമായിട്ട് നടക്കില്ലാത്തതും എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായത്തോടു കൂടി മാത്രം നടക്കുന്നതുമായിട്ടുള്ള റിയാക്ഷൻ. ആ റിയാക്ഷൻ സ്വന്തമായിട്ട് നടക്കില്ല, സ്വന്തമായിട്ട് ആ റിയാക്ഷൻ നടക്കാനുള്ള കഴിവില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പുറത്തുനിന്ന് എനർജി കൊടുക്കണം, ആ റിയാക്ഷനിലേക്ക് എനർജി അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ മാത്രമേ ആ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷൻ നമ്മൾ എന്തെന്ന് വിളിക്കും? നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് വിളിക്കും. സ്വന്തമായിട്ട് നടക്കാനുള്ള കഴിവൊന്നുമില്ല പുള്ളി. ഇപ്പൊ നമ്മൾ രണ്ട് റിയാക്ടന്റ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ രണ്ട് റിയാക്ടന്റും കൂടെ ഒരുമിച്ച് റിയാക്ട് ചെയ്യില്ല, സ്വന്തമായിട്ട് റിയാക്ട് ചെയ്യില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പുറത്തുനിന്ന് എനർജി കൊടുക്കണം, പുറത്തുനിന്ന് എനർജി കൊടുക്കണം അല്ലെ? ഇപ്പൊ ചില പിള്ളേരുണ്ടല്ലോ, അവര് വായിക്കാൻ പറഞ്ഞാൽ സ്വന്തമായിട്ട് വായിക്കൊന്നുമില്ല, പുസ്തകം തുറന്നു വെച്ചിട്ട് ഇങ്ങനെ മാനത്തെട്ട് നോക്കിയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തുനിന്ന് നമ്മൾ മോട്ടിവേഷൻ കൊടുക്കണം പിള്ളേർക്ക്. ഇത് വായിക്ക്, പരീക്ഷയ്ക്ക് പാസ്സാവണ്ടേ എന്നൊക്കെ ചോദിച്ചോട്ട് ഇങ്ങനെ അവിടെ നിന്ന് നമ്മൾ പതുക്കെ 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 കുറച്ച് മോട്ടിവേഷണൽ എനർജി കൊടുക്കുമ്പോൾ പിള്ളേര് 1-2 അക്ഷരമൊക്കെ വായിച്ചേക്കാന്ന് വിചാരിച്ചുകൊണ്ട് വായിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ റിയാക്ഷനും. ഈ റിയാക്ഷൻ സ്വന്തമായിട്ട് നടക്കൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? പുറത്തുനിന്ന് എനർജി സപ്ലൈ ചെയ്യണം. അങ്ങനെ പുറത്തുനിന്ന് എനർജി സപ്ലൈ ചെയ്യുമ്പോഴാണ് ആ റിയാക്ഷൻ നടക്കുക. അപ്പൊ നമ്മൾ ഇവിടെ സപ്ലൈ ചെയ്ത എനർജി ഏതാണ്? ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു ഒരു റിയാക്ഷനിലേക്ക്. അപ്പൊ ആ റിയാക്ഷൻ നടന്നു. ആ റിയാക്ഷൻ നടന്നത് വഴി എന്ത് എനർജി ഉണ്ടായി? കെമിക്കൽ എനർജി ഉണ്ടായി. അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ പറയാം? ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കൊടുത്തത് മൂലം കെമിക്കൽ എനർജി നമുക്ക് കിട്ടി എന്ന് പറയും. ഇതാണ് ഫസ്റ്റ് കൺവേർഷൻ.
ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയണം? ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയിരുന്നു, ആ റിയാക്ഷൻ സ്വന്തമായിട്ട് നടക്കില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് ആ റിയാക്ഷൻ നടത്തിച്ചു, അപ്പൊ നമുക്ക് കെമിക്കൽ എനർജി കിട്ടി. ആ റിയാക്ഷൻ നടന്നത് വഴി കിട്ടിയ എനർജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കെമിക്കൽ എനർജി. ഇതാണ് ആദ്യത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസിലെ കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസിൽ എന്താണ്? കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. അതെങ്ങനെ സംഭവിക്കും? അപ്പൊ അവിടെ കെമിക്കൽ എനർജി ഓൾറെഡി ഉണ്ട്, അതാണ് അതിന്റെ അർത്ഥം. അപ്പോഴല്ലേ എന്നാലേ നമുക്ക് അതിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ കെമിക്കൽ എനർജി ഓൾറെഡി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് എന്ത് തരം റിയാക്ഷൻ നടക്കുമ്പോഴായിരിക്കും കെമിക്കൽ എനർജി ഉണ്ടാവുന്നത്? നമ്മൾ പ്രത്യേകിച്ച് ഒരു എനർജി അങ്ങോട്ട് കൊടുത്തിട്ടല്ലല്ലോ ആ കെമിക്കൽ എനർജി നമുക്ക് കിട്ടിയേക്കുന്നത്, ഓൾറെഡി ഉണ്ട് ആ കെമിക്കൽ എനർജി. അത് എന്ത് തരം റിയാക്ഷൻ ആയിരിക്കും? എന്ത് തരം റിയാക്ഷൻ ആയിരിക്കും? ആദിൽ മുഹമ്മദ്. സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അപ്പൊ രണ്ടാമത്തെ ടൈപ്പില് നമ്മൾ പറയുന്ന റിയാക്ഷന്റെ പേരാണ് എന്ത്? സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ദേ ആർ നോൺ ആസ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അപ്പൊ നിങ്ങളോട് ചോദിക്കും സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതായത് എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം ഒന്നും കൂടാണ്ട്, ആരുടെയും ഹെൽപ്പ് ഇല്ലാണ്ട് സ്വന്തമായിട്ട് നടക്കുന്ന റിയാക്ഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ആരുടെയും ഹെൽപ്പ് ഒന്നും വേണ്ട, നമ്മൾ ഇലക്ട്രിക്കൽ എനർജി അങ്ങോട്ട് കൊടുക്കുകയൊന്നും വേണ്ട, അല്ലെങ്കിൽ ഒരു എനർജിയും കൊടുക്കണ്ട, ഒന്നും കൊടുക്കാണ്ട് തന്നെ നടക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അപ്പൊ ഒരു റിയാക്ഷൻ തന്നെ നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? കെമിക്കൽ എനർജി ഉണ്ടാവില്ലേ? ഏത് കെമിക്കൽ റിയാക്ഷൻ നടന്നാലും കെമിക്കൽ എനർജി ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ ഈ റിയാക്ഷൻ തന്നെ നടക്കുന്നു, തന്നെ നടക്കുമ്പോൾ കെമിക്കൽ എനർജി ആവുന്നു. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ കെമിക്കൽ എനർജി കിട്ടി, ചുമ്മാ കിട്ടി. ആ കെമിക്കൽ എനർജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ പരിപാടി. അപ്പൊ ഈ രണ്ട് പരിപാടി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായോ? എന്താണ് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ, എന്താണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ? നോൺ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരുടെയെങ്കിലും സഹായം കൂടിയാൽ മാത്രം നടക്കുന്ന റിയാക്ഷൻ. അതായത് പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് വേണം പുള്ളിക്ക്, എന്നാൽ മാത്രമേ പുള്ളി റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു. ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു കഴിഞ്ഞപ്പോൾ റിയാക്ഷൻ നടന്നു. റിയാക്ഷൻ നടന്നപ്പോൾ നമുക്ക് കെമിക്കൽ എനർജി കിട്ടി. ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തെ കേസ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ ആരുടെയും സഹായമൊന്നും വേണ്ട, ആ റിയാക്ഷൻ തന്നെ നടന്നോളും. ആ റിയാക്ഷൻ തന്നെ നടക്കുമ്പോൾ നമുക്ക് കെമിക്കൽ എനർജി കിട്ടും. ആ റിയാക്ഷനിൽ നിന്നുള്ള എനർജി ആണ് കെമിക്കൽ എനർജി. ആ കെമിക്കൽ എനർജിനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റി. ഇതാണ് നമ്മൾ രണ്ടാമത്. അപ്പൊ ഈ രണ്ട് ട്രാൻസ്ഫോർമേഷനെ പറ്റിയും പഠിക്കുന്ന ശാഖ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോ കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് തരം ട്രാൻസ്ഫോർമേഷനും എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ പറ്റി പഠിക്കുന്ന ശാഖയ്ക്ക് പറയുന്ന പേരാണെന്ത്? ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇനി രണ്ടാമത്തെ കാര്യം ഇത്രയും കഴിഞ്ഞു. ഇനി രണ്ടാമത് നിങ്ങൾ നോക്കുക, നമ്മള് ഒരു റിയാക്ഷന്റെ കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാൻ ചുമ്മാ റിയാക്ഷനിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മതിയോ? കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇപ്പൊ രണ്ടാമത്തെ കേസ് എടുക്കുക. അതിൻ്റെ അകത്തെ രണ്ടാമത്തെ കേസ്, ആ രണ്ടാമത്തെ കേസിൽ എന്താ ചെയ്തേക്കണേ? കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുക ചെയ്തേക്കണേ അല്ലെ? കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി നമുക്ക് ചുമ്മാ ഇങ്ങനെ ഒരു റിയാക്ഷനിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ മാറ്റാൻ പറ്റുമോ? അങ്ങനെ മാറ്റാൻ പറ്റുമോ? മാറുമോ? അങ്ങനെ മാറില്ല. അതിന് എന്തെങ്കിലും ഒരു ഡിവൈസിന്റെ സഹായം വേണം അല്ലെ? എന്തെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഡിവൈസിന്റെ പേരെന്താണ്? അതാണ് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്ത് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് ട്രാൻസ്ഫോർമേഷനും നമ്മൾ നടത്തുന്നത്? കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? ഇലക്ട്രിക്കൽ എനർജിനെ കെമിക്കൽ എനർജി ആക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? ആ ഉപകരണത്തിന്റെ പേരൊക്കെ ഞാൻ എഴുതി തന്നിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? എന്താണ് ഉപകരണം എന്ന്? എന്ത് ഉപകരണം വെച്ചിട്ടാണ് ഈ രണ്ട് കൺവേർഷൻ നടത്തുന്നതെന്ന്? അപ്പൊ ആദ്യത്തെ ഉപകരണത്തിന്റെ പേര് പറഞ്ഞോളൂ. ഫസ്റ്റ് ഉപകരണം ഏതാണ്? ഇലക്ട്രിക്കൽ എനർജിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഉപകരണം. ഇലക്ട്രിക്കൽ എനർജിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഉപകരണം. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും പേര്? പേസിൽ ഓർക്കണ്ടോ? ഇലക്ട്രിക്കൽ എനർജിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നത് എന്തുപയോഗിച്ച? എന്തുപയോഗിച്ച പേസിലെ? ഓർക്കണില്ല. ആൾറെഡി ഓർക്കുന്നുണ്ടോ? ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോളിറ്റിക് സെൽ. എന്താണ്? ഇലക്ട്രോളിറ്റിക് സെൽ.
ഈ ഉപകരണം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഉപകരണത്തിന്റെ പേരാണ് ഇലക്ട്രോളിറ്റിക് സെൽ. കാണാണ്ട് പഠിക്കണം കേട്ടോ. ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഉപകരണത്തിന്റെ പേരാണ് ഇലക്ട്രോളിറ്റിക് സെൽ. എന്നാൽ രണ്ടാമത്തത് കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഉപകരണം. അതിനെന്ത് പേര് പറയും? കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഉപകരണം. അതിന്റെ പേരെന്താ? ഹഫീഫ. കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത് അറിയില്ല. അറിയില്ല. പൈസ. ഗാൽവാനിക് സെല്ല്. എന്തു പറഞ്ഞ ഗാൽവാനിക് സെല്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. ഗാൽവാനിക് സെൽ. അപ്പൊ ഈ രണ്ട് സെല്ലിന്റെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ രണ്ട് ട്രാൻസ്ഫോർമേഷൻസ് എന്താണെന്നും രണ്ട് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എക്യുപ്മെന്റിന്റെ പേരെന്താണെന്നുമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ഈ രണ്ട് എക്യുപ്മെന്റിന്റെ പേര് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമ്മൾ ഇതിന്റെ അകത്ത് ഗാൽവാനിക് സെല്ലിനെ പറ്റിയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഇലക്ട്രോളിറ്റിക് സെല്ലിനെ പറ്റി കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. അപ്പൊ നമുക്ക് ഗാൽവാനിക് സെല്ലിനെ പറ്റി പഠിക്കാം. എന്താണ് ഗാൽവാനിക് സെല്ല്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഗാൽവാനിക് സെൽ എന്ന് ഹെഡിങ് കൊടുത്തു. ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? കെമിക്കൽ എനർജീനെ എന്താക്കി മാറ്റും? അത് ഇറ്റ് വിൽ കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജി ഇൻടു ഇലക്ട്രിക് എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഇതാണ് ഒരു ഗാൽവാനിക് സെല്ലിന്റെ ഫംഗ്ഷൻ. ഗാൽവാനിക് സെൽ ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഗാൽവാനിക് സെൽ ഏതാണ്? അത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗാൽവാനിക് സെല്ലിന്റെ പേരെന്താണ്? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഗാൽവാനിക് സെൽ. ഏറ്റവും കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഗാൽവാനിക് സെൽ ഏതാണ്? യാസിൻ. സാർ, ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഗാൽവാനിക് സെല്ലിന്റെ പേരറിയോ? ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഗാൽവാനിക് സെല്ലാണ്. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്തെഴുതാം? ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലാണ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഗാൽവാനിക് സെൽ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഇനി പഠിക്കേണ്ടത് ഡാനിയൽ സെല്ലിനെ പറ്റി കുറെ കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഡാനിയൽ സെൽ ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഡാനിയൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഡാനിയൽ സെൽ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ഹൗ വിൽ യു കൺസ്ട്രക്ട് ഡാനിയൽ സെൽ? അപ്പൊ ഡാനിയൽ സെൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി അതില് ഓഡിയോ ഒന്ന് ഓൺ ചെയ്ത്, അതിൽ ഓഡിയോ ഓൺ ചെയ്ത്. ഈ ഡാനിയൽ സെല്ലൊക്കെ ഞാൻ എഴുതി തന്നിരിക്കണതല്ലേ? നോക്കിക്കൊന്ന്. കൺസ്ട്രക്ഷൻ ഓഫ് ഡാനിയൽ സെൽ എഴുതി തന്നിട്ടുണ്ടല്ലോ, ആ കമ്പാർട്ട്മെന്റ് ഒക്കെ വരച്ച് അല്ലേ? ഉണ്ട്. ഓക്കെ. അപ്പൊ ഡാനിയൽ സെൽ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ ഒരു ബീക്കർ എടുക്കുക. ഈ ബീക്കറിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സൊല്യൂഷൻ എടുക്കുകയാണ്. വി ആർ ടേക്കിംഗ് എ സൊല്യൂഷൻ. ആ സൊല്യൂഷന്റെ പേരാണ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. എന്താണ്? ZnSO4 സൊല്യൂഷൻ. ഇനി നമ്മൾ വേറൊരു ബീക്കർ എടുക്കുക. തൊട്ടടുത്ത് തന്നെ വേറൊരു ബീക്കർ എടുക്കുക. ആ ബീക്കറിൽ നമ്മൾ ഒരു സൊല്യൂഷൻ എടുക്കുകയാണ്. ആ സൊല്യൂഷന്റെ പേരാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. എന്താണ്? CuSO4 അഥവാ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇങ്ങനെ രണ്ട് സൊല്യൂഷൻ എടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ബീക്കറിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രോഡ് ഇറക്കി വെക്കുകയാണ്. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ മെറ്റലിന്റെ പ്ലേറ്റ് നോക്കാം. അതൊരു മെറ്റാലിക് പ്ലേറ്റ് ഇറക്കി വെക്കുകയാണ്. ഈ മെറ്റാലിക് പ്ലേറ്റിന്റെ പേരാണ് സിങ്ക്. സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ ഇറക്കി വെച്ചു. അപ്പൊ സിങ്ക് സൾഫേറ്റിലേക്ക് നമ്മൾ സിങ്ക് ഇറക്കി വെച്ചു. അപ്പൊ കോപ്പർ സൾഫേറ്റിലേക്ക് നമ്മൾ എന്ത് ഇറക്കി വെക്കണം? കോപ്പർ ഇറക്കി വെക്കണം. നമ്മൾ അടുത്തതില് നമ്മൾ കോപ്പർ സൾഫേറ്റിലേക്ക് നമ്മൾ എന്തെടുത്തു? കോപ്പർ ഇറക്കി വെച്ചു. മനസ്സിലായോ എല്ലാവർക്കും? ഡാനിയൽ സെൽ ഉണ്ടാക്കണ എങ്ങനെയാന്നാ പറയുന്നത്?
ആദ്യത്തെ ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് എടുക്കുക, രണ്ടാമത്തെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് എടുക്കുക, ആദ്യത്തെ ബീക്കറിലേക്ക് സിങ്ക് ഇറക്കി വെക്കുക, രണ്ടാമത്തെ ബീക്കറിലേക്ക് കോപ്പറിന്റെ ഒരു പ്ലേറ്റ് ഇറക്കി വെക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഇലക്ട്രോഡുകളെ, ഇലക്ട്രോഡ് എന്നാണ് ഇതിന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഇലക്ട്രോഡ്, സിങ്ക് ഇലക്ട്രോഡ്, കോപ്പർ ഇലക്ട്രോഡ് എന്നാണ് പറയുന്നത്. മെറ്റാലിക് പ്ലേറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ്. കോപ്പർ ഇലക്ട്രോഡും സിങ്ക് ഇലക്ട്രോഡും ഇറക്കി വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സിങ്ക് ഇലക്ട്രോഡിനെയും കോപ്പർ ഇലക്ട്രോഡിനെയും കൂടെ ഒരു വയർ വെച്ചിട്ട് നമ്മൾ ഒരു എക്സ്റ്റേണൽ വോൾട്ട് മീറ്ററിലേക്ക് അല്ലെങ്കിൽ ഗാൽവനോമീറ്ററിലേക്ക്, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. വോൾട്ട് മീറ്ററോ ഗാൽവനോമീറ്ററോ. ഗാൽവനോമീറ്റർ ആണെങ്കിൽ ജി എന്ന് എഴുതുക, ക്യാപിറ്റൽ ജി എന്ന് എഴുതുക. വോൾട്ട് മീറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ വി എന്ന് എഴുതുക. അപ്പൊ ഞാൻ തൽക്കാലം വോൾട്ട് മീറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഒരു എക്സ്റ്റേണൽ വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്യുക. ഇത്രയും കൊണ്ട് തീർന്നില്ല. ഇനി നമ്മൾ ഒരു സാധനം കൂടെ വെക്കും. ആ സാധനത്തിന്റെ പേരാണ് സോൾട്ട് ബ്രിഡ്ജ്. അത് ഈ സൊല്യൂഷനിൽ നിന്ന് ഈ സൊല്യൂഷനിലേക്ക് നമ്മൾ വെക്കുന്ന ഒരു യു ഷേപ്ഡ് ട്യൂബാണ്. ഒരു യു ട്യൂബ്, ഒരു യു ഷേപ്പ് ഉള്ള ഒരു ട്യൂബാണ്. ഈ ട്യൂബിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോൾട്ട് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. ഈ സോൾട്ട് ബ്രിഡ്ജിന്റെ ഉള്ളിൽ നമ്മളൊരു സാധനം നിറച്ചിട്ടുണ്ടാവും. ആ സാധനത്തിന്റെ പേരാണ് പൊട്ടാഷ്യം ക്ലോറൈഡ്. എന്താണ് നിറച്ചിരിക്കുന്നത്? KCl അഥവാ പൊട്ടാഷ്യം ക്ലോറൈഡ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ട് ബ്രിഡ്ജ്. ഇത്രയാണ് ഡാനിയൽ സെല്ലിന്റെ കൺസ്ട്രക്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഡാനിയൽ സെൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ എങ്ങനെയാ ഡാനിയൽ സെൽ ഉണ്ടാക്കണമെന്ന് എല്ലാവർക്കും മനസ്സിലായോ? രണ്ട് ബീക്കർ എടുക്കുക. ഒന്നാമത്തെ ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് എടുക്കുക, രണ്ടാമത്തെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് എടുക്കുക. ആദ്യത്തെ ബീക്കറിലേക്ക് സിങ്ക് റോഡ് ഇറക്കി വെക്കുക, രണ്ടാമത്തെ ബീക്കറിലേക്ക് കോപ്പർ റോഡ് ഇറക്കി വെക്കുക. രണ്ടും കൂടെ എക്സ്റ്റേണലി നമ്മളൊരു വയർ ഉപയോഗിച്ച് വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്യുക. രണ്ട് സൊല്യൂഷനെയും കണക്ട് ചെയ്ത് ഇന്റേണലി കണക്ട് ചെയ്യാനായിട്ട്, അങ്ങനെ തന്നെ പറയണം. ഇന്റേണലി നമ്മൾ ആ രണ്ട് സൊല്യൂഷനെയും കണക്ട് ചെയ്യുന്നത് ഒരു സോൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ടാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതി തന്നേക്കണ കാരണമാണ് ഞാൻ പിന്നെ എഴുതി തരാൻ നിൽക്കാത്തത്. ഒരു തവണ എഴുതിയതാണല്ലോ. അപ്പൊ ആ നോട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക എവിടെയാന്ന് വെച്ചാൽ. നോട്ട് അങ്ങനെ നമ്മൾ കൊണ്ടുപോയി കളഞ്ഞ് ശീലിക്കുന്ന അത്ര നല്ല സ്വഭാവം അല്ലല്ലോ. അതുകൊണ്ട് കണ്ടുപിടിക്കുക എവിടെയാന്ന് വെച്ചാൽ കേട്ടോ. അപ്പോ ഇന്റേണലി കണക്ട് ചെയ്യാനാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ആ സോൾട്ട് ബ്രിഡ്ജിന്റെ ഉള്ളിൽ നമ്മൾ നിറച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? പൊട്ടാഷ്യം ക്ലോറൈഡ് വെച്ചിട്ടാണ്. അപ്പൊ നമുക്കൊരു സംശയം സ്വാഭാവികമായിട്ടും തോന്നാം. ഇതിപ്പോ അതൊരു യു പോലത്തെ ട്യൂബാണ്. അതിന്റെ ഉള്ളിൽ നമ്മളിപ്പോ പൊട്ടാഷ്യം ക്ലോറൈഡ് നിറച്ചു വെച്ചിട്ട് അതിപ്പോ ഇങ്ങനെ തിരിച്ചല്ലേ വെച്ചേക്കണത്? ആ യൂട്യൂബ് ഇങ്ങനെ നേരെ കമത്തിയാ വെച്ചേക്കണേ. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടാഷ്യം ക്ലോറൈഡ് ഒക്കെ പുറത്തോട്ട് ഒലിച്ചു പോവില്ലേ എന്നൊരു സംശയം സാധാരണഗതിയിൽ നമുക്ക് തോന്നാം. അതൊരു ഒരു യൂട്യൂബിന്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും സാധനം നിറച്ചിട്ട് യൂട്യൂബ് കമത്തി വെച്ച് കഴിഞ്ഞാൽ ആ തുളയുടെ ഉള്ളിൽ കൂടെ അത് പുറത്തേക്ക് ഇറങ്ങി പോരില്ലേ? അതിനുള്ള ഉത്തരവ് ഞാൻ നിങ്ങൾക്ക് അന്ന് പറഞ്ഞു തന്നായിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പുറത്തോട്ട് പോരില്ല. അത് ആ KCl എന്ന് പറഞ്ഞ സാധനം അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരില്ല. അതിന്റെ കാരണം പുറത്തോട്ട് വരില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സാധാരണഗതിയിൽ നമ്മൾ താഴത്തോട്ട് ഇറക്കി വെച്ചാൽ ഇങ്ങനെ ഒലിച്ചു വരില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഓർക്കണ്ടോ ആരെങ്കിലും? എനിബഡി ഓർക്കണ്ടോ മോനെ? എന്താ കാരണം എന്ന്? ഇല്ല. സുഹൈൽ ഓർക്കുന്നുണ്ടോ? മറന്നുപോയി. എൽവിൻ ഓർക്കുന്നുണ്ടോ? ഇല്ല. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അൻവർ ഓർക്കുന്നുണ്ടോ? ഇന്നലെ പറഞ്ഞത് ഓർക്കണ്ടോ എന്ന് ചോദിക്കും സാറ്. പിന്നെയല്ലേ ഇനിയിപ്പോ 2 മാസം മുമ്പ് പറഞ്ഞതല്ലേ? എങ്ങനെയാണോ അൻവറ? അതായത് നമ്മൾ ഈ KCl എന്ന് പറയുന്ന സാധനം വേറൊരു സാധനമായിട്ട് മിക്സ് ചെയ്താണ് അതിന്റെ ഉള്ളിൽ വെച്ചേക്കണേ. അതായത് ഒരു ജെല്ല് പോലെ ഇരിക്കുന്ന ഒരു സബ്സ്റ്റൻസ്. ആ ജെല്ല് പോലെ ഇരിക്കുന്ന സബ്സ്റ്റൻസിന്റെ പേരാണ് അഗർ. എന്താണ്? അഗർ. AgAr. ഇങ്ങനെ അഗർ എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ KCl എന്ന് പറയുന്ന സാധനം അതിന്റെ അകത്തേക്ക് വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊരു ജെല്ലാണ്. അഗർ എന്ന് പറഞ്ഞ ഒരു ജെല്ല് പോലെ ഇരിക്കുന്ന സാധനമാണ്. അപ്പൊ നിങ്ങൾക്കറിയാലോ, ജെല്ല് എന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് നമ്മൾ ഒരു സാധനത്തിലേക്ക് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പുറത്തോട്ട് പോരില്ല. അപ്പൊ അങ്ങനെ ഒരു ജെല്ല് പോലെയുള്ള സാധനത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ KCl എന്തിലും നിറച്ച് വെച്ചേക്കുന്നത്, ആ യൂട്യൂബിൽ നിറച്ച് വെച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ കമത്തി വെച്ചാലും ആ KCl അതിന്റെ പുറത്തോട്ട് പോരില്ല. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. അഗർ എന്ന് പറയുന്ന ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസുമായിട്ട് മിക്സ് ചെയ്താണ് നമ്മൾ KCl വെച്ചത്. ശരി. പിന്നെ ഇനി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ്? അപ്പൊ ഇതാണ് നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ കൺസ്ട്രക്ഷൻ. ഇനി നമ്മുടെ ഡാനിയൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഡാനിയൽ സെല്ല് ഒരു ഗാൽവാനിക് സെല്ലിന് എക്സാമ്പിൾ ആണല്ലോ അല്ലെ. ഡാനിയൽ സെൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ എന്ത് റിയാക്ഷൻ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് റിയാക്ഷൻ? സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഇതാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അപ്പൊ ഡാനിയൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ എന്ത് റിയാക്ഷൻ ആയിരിക്കും? സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്നാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? തന്നെ നടക്കുന്ന റിയാക്ഷൻ. അതായത് ആരുടെ ഹെൽപ്പ് ഒന്നും ഇല്ലാണ്ട് സ്വന്തമായിട്ട് നടക്കുന്ന റിയാക്ഷൻ. അതിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് എന്ന് വിളിക്കുന്നത്. വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എനി എക്സ്റ്റേണൽ ഏജൻസി. ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പ് ഇല്ലാണ്ട് സ്വന്തമായിട്ട് നടക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഡാനിയൽ സെൽ അങ്ങ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇനി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഈ ഡാനിയൽ സെല്ല് ഞാനിപ്പോ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് ലാബിൽ വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള റിയാക്ഷൻ ഒക്കെ തന്നെ നടന്നോളും. ഇനി പ്രത്യേകിച്ച് നിങ്ങൾ അത് കറണ്ടിൽ കൊണ്ട് കുത്താനോ അല്ലെങ്കിൽ ഒന്നും ഇപ്പൊ ബാറ്ററി ചാർജ് ചെയ്യണ മാതിരി വല്ലയിടത്തും കൊണ്ട് കുത്തുവോ അങ്ങനെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഈ സാധനം ഇങ്ങനെ ലാബിൽ ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. റിയാക്ഷൻസ് ഒക്കെ തന്നെ നടക്കും. അതുകൊണ്ടാണ് അവിടെ എന്തെന്ന് വിളിക്കുന്നത്? സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. സ്വന്തമായിട്ട് നടക്കും, ഒരു ഹെൽപ്പും വേണ്ട ആരുടെയും. അപ്പൊ എന്ത് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കിക്കോ. ഇവിടെ നടക്കുന്നതാണ് ഈ സിങ്ക് ഇലക്ട്രോഡ് നിങ്ങൾ എടുക്കുക. ഇവിടെ സിങ്ക് ഇലക്ട്രോഡ് ഉണ്ടല്ലോ. ഈ സിങ്ക് ഇലക്ട്രോഡിൽ മൊത്തം എന്തുണ്ട്? സിങ്ക് ആറ്റംസ് ഉണ്ട് അല്ലെ. ഈ സിങ്ക് ഇലക്ട്രോഡിയുടെ മൊത്തം എന്തുണ്ട്? സിങ്ക് ആറ്റംസ് ഉണ്ട്. സിങ്ക് ഇലക്ട്രോഡിയുടെ മൊത്തം സിങ്ക് ആറ്റംസ് ആണുള്ളത്. അതിൻ്റെ അകത്ത് ഓരോ സിങ്ക് ആറ്റവും എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും. എന്ത് ചെയ്യും? ഓരോ സിങ്ക് ആറ്റവും 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും. അപ്പൊ അതെങ്ങനെയാ നമ്മൾ എഴുതുന്നത്? സിങ്ക് എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നു. 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നു. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സിങ്ക് 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിങ്കിനെ നമ്മൾക്ക് എന്തെന്ന് വിളിക്കാം? പിന്നെ സിങ്ക് എന്ന് എഴുതാൻ പറ്റുമോ? സിങ്കിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സാധനത്തിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? എന്താ ജെസ്സിയ വിളിക്കുന്നേ? Zn2+ എന്നാണ് വിളിക്കാൻ പറ്റുള്ളൂ. Zn2+. കാരണം എന്താ? 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ 2 പോസിറ്റീവ് ചാർജ് വരും അല്ലെ. ഒരു വസ്തുവിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ ആ വസ്തുവിന് 2 പോസിറ്റീവ് ചാർജ് ആണ് കിട്ടുന്നത്. അപ്പൊ സിങ്ക് എന്തായിട്ട് മാറി? സിങ്ക് 2+ ആയിട്ട് മാറി. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക. ഈ സൊല്യൂഷൻ നിങ്ങൾ നോക്കിക്കേ. സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്ന സൊല്യൂഷൻ നിങ്ങൾ നോക്കുക. ഈ സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്ന സൊല്യൂഷനിലും Zn-ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? Zn2+ ആണ്. അതായത് സൊല്യൂഷനിലുള്ള സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും 2+ ആണ്. കാരണം SO4 എന്ന് പറഞ്ഞാൽ 2- ആണ്. SO4 2- ആണെങ്കിൽ Zn2+ ആയിരിക്കും. അപ്പൊ അപ്പോഴാണ് അത് ന്യൂട്രൽ ആവുള്ളൂ. രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകുള്ളൂ. അപ്പൊ സൊല്യൂഷനിലുള്ള സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ ആണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ആദ്യം തൊട്ട് പഠിക്കുക. സിങ്ക് ഇലക്ട്രോഡ്, സിങ്കിന്റെ ആ മെറ്റാലിക് പ്ലേറ്റിൽ സിങ്ക് ആറ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ സിങ്ക് ആറ്റം എന്ത് ചെയ്തു? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. അതായത് 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്തു. അപ്പൊ അത് Zn2+ ആയിട്ട് മാറി. ഏത്? മെറ്റാലിക് പ്ലേറ്റിലുള്ള സിങ്ക് Zn2+ ആയിട്ട് മാറി. Zn2+ ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങോട്ടേക്ക് പോകാനാണ് സാധ്യത? പിന്നെ അത് ആ ഇലക്ട്രോഡിൽ തന്നെ നിൽക്കാൻ സാധ്യതയുണ്ടോ? Zn2+ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആ മെറ്റാലിക് പ്ലേറ്റിൽ തന്നെ നിൽക്കാൻ സാധ്യതയുണ്ടോ? സഹല? ഇല്ലാലോ. പിന്നെ എങ്ങോട്ടേക്ക് പോകും? അപ്പുറത്തെ സൈഡില്. അപ്പുറത്തെ സൈഡിലേക്കൊന്നും പോകുന്നില്ല. അപ്പുറത്തെ സൈഡിലേക്ക് എന്തിനാ സിങ്ക് പോണത്? അല്ലാതെ പുറത്ത് ഓക്സിഡേഷൻ ആയിട്ട് പോകണം. അല്ല, ഓക്സിഡേഷൻ നടന്നു. സിങ്കിൽ നിന്ന് 2 ഇലക്ട്രോൺ പോകുന്നതിനെയാണല്ലോ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സിങ്ക് 2+ ഉണ്ടായി. എന്റെ ചോദ്യം, ആ സിങ്ക് 2+ ഇനി ആ ഇലക്ട്രോഡിൽ തന്നെ, ഇലക്ട്രോഡ് എന്ന് പറഞ്ഞ സർക്കിൾക്ക് മനസ്സിലായോ? ആ പ്ലേറ്റ്, ആ സിങ്കിന്റെ പ്ലേറ്റ്, ആ നീല കളറിൽ വരച്ചേക്കണേ, ആ പ്ലേറ്റിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുമോ അതോ വേറെ എങ്ങോട്ടെങ്കിലും പോകുമെന്ന്? Zn2+. അതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കും. അതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കില്ല. ബേസില് സൊല്യൂഷനിലേക്ക് പോകും. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ സൊല്യൂഷനിൽ ഓൾറെഡി Zn2+ ആയിട്ടല്ലേ നിൽക്കുന്നത്. നിങ്ങൾ നോക്കുക, അവന്റെ കൂട്ടുകാർ മൊത്തം ഇവിടെ നിൽക്കുന്നുണ്ട്. സൊല്യൂഷനിൽ മൊത്തം Zn2+. അത് ഇവിടെ Zn2+, ഇവിടെ Zn2+, അല്ലെ. സിങ്ക് സൾഫേറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള സിങ്ക് മൊത്തം Zn2+. അപ്പോഴാണ് നമ്മുടെ ഇലക്ട്രോഡിൽ നിന്ന് എന്ത് ചെയ്തത്? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Zn2+ ആയിട്ട് മാറി. അപ്പൊ ഈ പുള്ളിന്റെ Zn2+ ആയിട്ട് മാറി. അപ്പൊ ഈ പുള്ളിന്റെ ഇങ്ങോട്ടേക്ക് വരും, സൊല്യൂഷനിലേക്ക് വരും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ Zn2+ ആയി മാറുന്ന സിങ്ക് മൊത്തം എങ്ങോട്ടേക്ക് വരും? നമ്മുടെ സൊല്യൂഷനിലേക്ക് വരും.
ഇനി ഈ പുള്ളി വിട്ടുകൊടുത്ത ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഈ ആര് വിട്ടുകൊടുത്ത ഇലക്ട്രോൺ, സിങ്ക് വിട്ടുകൊടുത്ത ഇലക്ട്രോൺ, ഈ ഇലക്ട്രോൺസ്, ഈ Zn എന്ത് ചെയ്തു, ഇലക്ട്രോണിന് വിട്ടുകൊടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഇലക്ട്രോൺസ് എവിടെ തന്നെ നിൽക്കും, ഈ ഇലക്ട്രോഡിൽ തന്നെ നിൽക്കും. ഇലക്ട്രോൺസ് എവിടെ നിൽക്കും, ആ ഇലക്ട്രോഡിൽ തന്നെ നിൽക്കും. അത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യം നമ്മൾ സിങ്ക് ഇലക്ട്രോഡ് എടുക്കുക, നീല കളറിൽ വെച്ചിട്ട് സിങ്ക് ഇലക്ട്രോഡ് എടുക്കുക. ആ സിങ്ക് ഇലക്ട്രോഡിലെ ഒരു സിങ്ക് ആറ്റത്തിന് നിങ്ങൾ എടുക്കുക. ഒരു സിങ്ക് ആറ്റം ലക്ഷക്കണക്കിന് സിങ്ക് ആറ്റംസ് ഉണ്ടാവും, പക്ഷെ അതിൻ്റെ അകത്ത് ഇപ്പൊ തൽക്കാലം ഒരു സിങ്ക് ആറ്റത്തിന് നിങ്ങൾ എടുക്കുക. ആ സിങ്ക് ആറ്റത്തിന് എന്താ സംഭവിക്കണേന്നാണ് ഞാൻ പറഞ്ഞത്. ആ സിങ്ക് ആറ്റം എന്ത് ചെയ്യും, 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും. അപ്പൊ പുള്ളി എന്തായി മാറി, പിന്നെ ആ സിങ്ക് ആറ്റം എന്തായി മാറി, Zn2+ ആയിട്ട് മാറി. ആ Zn2+ അപ്പൊ തന്നെ സൊല്യൂഷനിലേക്ക് എടുത്തങ്ങ് ചാടും. ആ മെറ്റൽ റോഡിൽ നിന്ന് സൊല്യൂഷനിലേക്ക് എടുത്ത് ചാടും. കാരണം സിങ്ക് 2+ ആയി കഴിഞ്ഞാൽ പിന്നെ മെറ്റലിൽ നിൽക്കാൻ പറ്റില്ല. പിന്നെ പുള്ളി കൂട്ടുകാരുടെ കൂടെ എങ്ങോട്ടേക്ക് പോകും, സൊല്യൂഷനിലേക്ക് പോകും. പക്ഷെ അപ്പോഴും പുള്ളി വിട്ടുകൊടുത്ത 2 ഇലക്ട്രോൺ എവിടെ തന്നെ നിൽക്കും, ആ ഇലക്ട്രോഡിൽ തന്നെ നിൽക്കും. ആ ഇലക്ട്രോൺസ് ആ ഇലക്ട്രോഡിൽ തന്നെ നിൽക്കും. ഇതുപോലെ ആ ഇലക്ട്രോഡിലുള്ള എല്ലാ സിങ്ക് ആറ്റംസും എന്ത് ചെയ്യും, പതുക്കെ 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 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, സിങ്ക് 2+ ആയിട്ട് മാറുന്നു, സൊല്യൂഷനിലേക്ക് ചാടുന്നു. ഇലക്ട്രോൺസ് മൊത്തം എവിടെ നിൽക്കുന്നു, നമ്മുടെ ഇലക്ട്രോഡിൽ നിൽക്കുന്നു. ഇതാണ് സിങ്ക് കമ്പാർട്ട്മെന്റിൽ നടക്കുന്ന റിയാക്ഷൻ. സിങ്ക് കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫേറ്റും സിങ്ക് റോഡും ഉള്ള ആ ബീക്കറിനെയാണ് നമ്മൾ സിങ്ക് കമ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. ഈ റിയാക്ഷനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും എന്നാണ് എന്റെ ചോദ്യം. Zn gives Zn2+ + 2 ഇലക്ട്രോൺ. ഈ റിയാക്ഷന്റെ പേരെന്താണ്? വാട്ട് ഈസ് ദ നെയിം? എന്താ പേര് സാലിമെ ഈ റിയാക്ഷന്റെ, Zn2+ + 2 ഇലക്ട്രോൺ? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഇലക്ട്രോണിനെ കൊടുക്കുകയാണ് ചെയ്തേക്കണേ, ഇലക്ട്രോണിനെ മേടിക്കുകയാണ് ചെയ്തേക്കണേ. ആര് മേടിച്ചു? സിങ്ക് മേടിക്കുകയാണ് ചെയ്തേക്കണേ. കണ്ടിട്ട് അങ്ങനെയാണോ തോന്നിയത്? എത്ര നേരം സാലിം അവിടെ കണ്ണും തിരുമ്മിക്കൊണ്ടിരിക്കണ കണ്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചു സാലിം പകുതിയും ശ്രദ്ധിക്കുന്നില്ല എന്ന്. സിങ്ക് ഇലക്ട്രോണിനെ മേടിക്കുന്നതാണോ ഞാനിപ്പോ എത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നേ, അതോ സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണോ? വിട്ടുകൊടുത്തു. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പ്രോസസ്സിനെ എന്തെന്നാ വിളിക്കുന്നത്, ഓക്സിഡേഷൻ എന്നോ റിഡക്ഷനോ? ഓക്സിഡേഷൻ. സോ ദിസ് പ്രോസസ് ഈസ് ടേംഡ് ആസ് ഓക്സിഡേഷൻ. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, അരമനസ്സും പകുതി ശ്രദ്ധയൊക്കെ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കുന്തവും മനസ്സിലാവില്ല. ഞാൻ ആദ്യം പറഞ്ഞേക്കാം കേട്ടോ, മൊത്തമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ ഓക്സിഡേഷൻ, അതായത് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്സിഡേഷൻ എവിടെ നടക്കുന്നോ ആ നടക്കുന്ന ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ്. എന്താണ് വിളിക്കുന്നത്? അപ്പൊ ആനോഡ് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ആനോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡ്, അത്രേ ഉള്ളൂ. ഏത് ഇലക്ട്രോഡിലാണോ ഓക്സിഡേഷൻ നടക്കുന്നത് ആ ഇലക്ട്രോഡിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ആനോഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ സിങ്ക് എന്താണ്? സിങ്ക് ഈസ് ദ ആനോഡ്. സിങ്ക് ഇലക്ട്രോഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആനോഡ് എന്ന് വിളിക്കുന്നത്. അതിന്റെ കാരണം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഓക്സിഡേഷൻ നടക്കുന്നത് സിങ്കിലാണ്, അതുകൊണ്ടാണ് പുള്ളിനെ ആനോഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഈ ആനോഡിന്റെ ചാർജ് എന്താണ്? വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ആനോഡ്? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ആനോഡിന്റെ ചാർജ് ശ്രദ്ധിച്ച് പറയണം. ഞാൻ ആ മെറ്റാലിക് പീസിന്റെ ചാർജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. മെറ്റൽ പീസിന്റെ ചാർജ് കാരണം കൂടെ പറയേണ്ടി വരും കേട്ടോ, ചുമ്മാ കറക്കിക്കുത്തി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. വാട്ട് ഈസ് ദ റീസൺ? ആര് പറയും ആനോഡിന്റെ ചാർജ് എന്താ? മേഘ, ജോബി, മേഘ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ആ ഇലക്ട്രോഡിന്റെ ചാർജ്? എന്താ ചാർജ് മേഘ? എനിക്കൊന്നും കേൾക്കാൻ പറ്റണില്ല കേട്ടോ വോയിസ്. ഞാൻ അന്ന് തന്നെ ഞാൻ മേഘയോട് പറഞ്ഞായിരുന്നു ശബ്ദം ശരിയാക്കി കൊള്ളണമെന്ന്. ഓർക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റണില്ല. നെഗറ്റീവ്. നെഗറ്റീവ്. എന്തുകൊണ്ടാണ് മേഘ നെഗറ്റീവ് എന്ന് പറയാൻ കാരണം? നെഗറ്റീവ് എന്ന് പറയാൻ കാരണം ചുമ്മാ
പ്രോബബിലിറ്റി അല്ലെ, മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റി വെച്ച് 50% ശരിയാവാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് നേരത്തെ പറഞ്ഞതാണോ അല്ലെ? നെഗറ്റീവ് എന്ന് പറഞ്ഞാലും 50% ചാൻസ്, പോസിറ്റീവ് എന്ന് പറഞ്ഞാലും 50% ചാൻസ്. ഇപ്പൊ ലോട്ടറി എടുക്കണമായിരിക്കും ആണോ മേഘ? കാരണം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ലോട്ടറി എടുത്താന്ന് പറയും. ഇല്ല. അസ്ലമിന് പറയാമോ എന്തുകൊണ്ടാ നെഗറ്റീവ്? ഇനി അതോ അസ്ലമിന് വേറെ ആൻസർ വല്ലതും ഉണ്ടോ? പോസിറ്റീവ് എന്നാണോ പറയാനുള്ളത്? അത് അസ്ലമിന് എത്ര മാർക്ക് +1-ന്? +1 വന്നല്ലോ. 2 ഉണ്ട്. 2 ഉണ്ട്. അതല്ല കെമിസ്ട്രിക്ക് എത്ര മാർക്ക് ഉണ്ടല്ലോ? കെമിസ്ട്രിക്ക് 65. എത്ര മാർക്ക് കിട്ടാനുള്ള കപ്പാസിറ്റി ഉള്ളോ അസ്ലമിന്? 25 കിട്ടുള്ളോ? പറഞ്ഞ അസ്ലമേ, ഇതിന്റെ ചാർജ് എന്താ? ആനോഡിന്റെ ചാർജ് എന്താ? നെഗറ്റീവോ പോസിറ്റീവോ? നെഗറ്റീവ്. എന്തുകൊണ്ട് നെഗറ്റീവ്? ഇലക്ട്രോൺസ് പോയേക്കല്ലേ, അല്ല വന്നേക്കല്ലേ. അതായത് നോക്കുക, ഇലക്ട്രോൺസ് ഈ ഇലക്ട്രോഡിൽ തന്നെ നിൽക്കുന്നല്ലേ ഞാൻ പറഞ്ഞത്. അതായത് ഈ സിങ്ക് വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോൺസ് ഈ ഇലക്ട്രോഡിൽ തന്നെ നിൽക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താ? ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ആ ഇലക്ട്രോഡിന്റെ ചാർജും നെഗറ്റീവ് ആയിരിക്കും. സോ ഇവിടെ ആനോഡിന്റെ ചാർജ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറയണം ആനോഡ് ഈസ് നെഗറ്റീവ്. കാരണം സിങ്ക് വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോൺസ് മൊത്തം ഈ ആനോഡിൽ നിൽക്കുവാണ്. അതുകൊണ്ട് ഈ ആനോഡിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ ഇത്രയും കാര്യമാണ് നിങ്ങൾ സിങ്ക് കമ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഞാൻ ഒന്നുകൂടെ പറയാൻ, ശ്രദ്ധിച്ച് കേട്ടോളുക. സിങ്ക് കമ്പാർട്ട്മെന്റിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ സിങ്ക് റോഡ് ഇറക്കി വെച്ചേക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ആ സിങ്ക് റോഡിലുള്ള സിങ്ക് ആറ്റംസ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അതിന്റെ ഫലമായിട്ട് ആ സിങ്ക് ആറ്റംസ് മൊത്തം Zn2+ ആയിട്ട് മാറും. ആ Zn2+ മൊത്തം സൊല്യൂഷനിലേക്ക് എടുത്ത് ചാടും. ഇനി ഇവര് വിട്ടുകൊടുത്ത ഇലക്ട്രോൺ സൊല്യൂഷനിലേക്ക് ചാടുമൊന്നുമില്ല. ഇലക്ട്രോൺ എവിടെ തന്നെ നിൽക്കും? ആ ഇലക്ട്രോഡിൽ തന്നെ നിൽക്കും, ആ പ്ലേറ്റിൽ തന്നെ നിൽക്കും ഇലക്ട്രോൺസ്. അപ്പൊ ഇലക്ട്രോൺസ് ആ പ്ലേറ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ പ്ലേറ്റിനെ നമുക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ആയിട്ട് കൂട്ടാം. അതൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ആണ്. ഇനി ഈ റിയാക്ഷനെ ഓക്സിഡേഷൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്ലേറ്റിനെ നമുക്ക് ആനോഡ് എന്നും വിളിക്കാം, സിങ്കിനെ ആനോഡ് എന്നും. ശരി, ഇനി നമുക്ക് അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലേക്ക് പോകാം. കോപ്പറിന്റെ കമ്പാർട്ട്മെന്റിൽ എന്താ സംഭവിക്കണേ നമുക്ക് നോക്കാം. ഈ സിങ്ക് വിട്ടുകൊടുത്ത ഈ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഈ 2 ഇലക്ട്രോൺ, ഈ ഇലക്ട്രോൺ പതുക്കെ ഈ വയറേക്കടെ ഇങ്ങനെ മൂവ് ചെയ്ത് എവിടെ വരും? നമ്മുടെ കോപ്പർ കമ്പാർട്ട്മെന്റിൽ വരും. എങ്ങനെ? ഈ ഇലക്ട്രോൺസ് ഈ സിങ്ക് വിട്ടുകൊടുത്ത ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്ത് എവിടെ വരും? നമ്മുടെ കോപ്പർ കമ്പാർട്ട്മെന്റിലേക്ക് വരും. അപ്പൊ കോപ്പർ കമ്പാർട്ട്മെന്റിൽ ഈ ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഇതാണ് എന്റെ ചോദ്യം. കോപ്പർ കമ്പാർട്ട്മെന്റിലേക്ക് ഇപ്പൊ ഇലക്ട്രോൺ വന്നല്ലോ, സിങ്ക് വിട്ടുകൊടുത്ത ഇലക്ട്രോൺ മൊത്തം ഇപ്പൊ കോപ്പർ കമ്പാർട്ട്മെന്റിലേക്ക് വന്നു. കോപ്പർ കമ്പാർട്ട്മെന്റിൽ ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. എനിബഡി? ആരെങ്കിലും ഉണ്ടോ ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ പറ്റിയ? സുഹൈല്, ആരെങ്കിലും ഉണ്ടോ ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ പറ്റിയ? സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തല്ലോ, അതിന് സുഹൈലിന് സംശയമൊന്നും ഇല്ലല്ലോ. ആ ഇലക്ട്രോൺ പതുക്കെ നിരങ്ങി ആ വയർ വെച്ചേക്കണോ വോൾട്ട് മീറ്ററിലേക്ക് കൊടുത്തേക്കണ വയർ, ആ വയറിൽ കൂടി ആ ഇലക്ട്രോൺ ഇങ്ങനെ വരും, വന്ന് നമ്മുടെ കോപ്പർ കമ്പാർട്ട്മെന്റിൽ, അതായത് കോപ്പർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരും, ആ ബീക്കറിലേക്ക്. അപ്പൊ ഈ ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ മേടിക്കാൻ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന്? കോപ്പർ കമ്പാർട്ട്മെന്റിൽ ആരെങ്കിലും ഇലക്ട്രോണിനെ മേടിക്കാനുണ്ടോ? കോപ്പർ ഇലക്ട്രോഡിലേക്ക് പിടിക്കുമോ? കോപ്പർ ഇലക്ട്രോഡിലേക്ക് വന്ന് ഇലക്ട്രോൺ പിടിക്കുമോ എന്ന്? എങ്ങനെ പിടിക്കണേ? എങ്ങനെ ആലോചിക്ക്. അറിയില്ല എന്ന് പറയണ്ട. നിങ്ങൾ നോക്കി, ഇലക്ട്രോണിനെ ആരാണ് വാങ്ങുന്നത് എന്ന് ആലോചിക്കുക. ആരാണ് ഇലക്ട്രോണിനെ വാങ്ങണ ആള്? ആരാ സുഹൈൽ ഇലക്ട്രോണിനെ വാങ്ങുന്നത്? എല്ലാരും ഇലക്ട്രോണിനെ വാങ്ങുമോ? ഇല്ല. പിന്നെ ആരാ ഇലക്ട്രോണിനെ വാങ്ങുന്നത്? ഇലക്ട്രോണിനെ വാങ്ങുന്ന ആളുടെ പ്രത്യേകത എന്തായിരിക്കും? ഞാനൊരു കാര്യം സുഹൈലിനോട് ചോദിക്കട്ടെ. കാശിന്റെ കാര്യമായ കാരണം സംശയമുണ്ട്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ സുഹൈലിന്റെ കയ്യില് കണ്ടമാനം കാശുണ്ടെന്ന് വിചാരിക്കുക, കാശ് ഇങ്ങനെ ഇട്ട് മൂടാനുള്ള കാശുണ്ടെന്ന് വിചാരിക്കുക.
അപ്പൊ ഞാൻ സുഹൈലിനുണ്ടെന്ന് ഒരു 100 രൂപയും കൂടെ തന്നു കഴിഞ്ഞാൽ സുഹൈൽ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ പറയും എന്റെ ഇഷ്ടം പോലെ കാശുണ്ട് കേട്ടോ, അതെ ആ പുള്ളിയുടെ കയ്യിൽ കാശില്ല, അങ്ങോട്ടേക്ക് കൊടുത്തേരെ എന്നല്ലേ പറയുള്ളൂ. അല്ലാണ്ട് സുഹൈൽ എന്റെ 100 രൂപയും കൂടെ മേടിച്ച് പിടിക്കുവോ? മനസ്സിലായാലും പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയുകയാണ്, സാധാരണഗതിയിൽ ഒത്തിരി കാശുള്ള ആൾക്കാര് വീണ്ടും കാശ് മേടിക്കാറില്ല, കാരണം അവരുടെ ഇഷ്ടം പോലെ കാശുള്ളതുകൊണ്ട്. അപ്പൊ എന്റെ ചോദ്യം ഇവിടെ, ഇലക്ട്രോണിനെ ഇവിടെ ഒരാൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ അയാൾ എത്തരക്കാരനായിരിക്കണം ആണ് എന്റെ ചോദ്യം. അത് ഇലക്ട്രോൺ പോയ ആള്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം അല്ലെ, അതായത് കയ്യിൽ ഇലക്ട്രോൺ ഒന്നും ഇല്ലാത്ത ഒരാളായിരിക്കണം. കയ്യിൽ ഇലക്ട്രോൺ ഒന്നും ഇല്ലാത്ത ഒരാളുടെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ ഈ കമ്പാർട്ട്മെന്റിൽ അങ്ങനെ പോസിറ്റീവ് ചാർജ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? അതാണ് എന്റെ ചോദ്യം. ആ കോപ്പർ കമ്പാർട്ട്മെന്റിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? കാരണം പോസിറ്റീവ് ചാർജ് ഉള്ള ആളല്ലേ ഇലക്ട്രോണിനെ വാങ്ങുള്ളൂ, അയാൾക്കാണ് ഇലക്ട്രോണിനെ വാങ്ങേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള ആരെങ്കിലും ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടോ സുഹൈലെ? Cu2+ എവിടെയാ ഉള്ളത്? എവിടെയാ Cu2+ ഉള്ള? ഇലക്ട്രോഡിലാണോ സൊല്യൂഷനിലാണോ? സൊല്യൂഷനിൽ. അതാണ് കാരണം. അപ്പൊ നിങ്ങൾ നോക്കുക, ഇലക്ട്രോൺസ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ സൊല്യൂഷൻ കണ്ടോ നിങ്ങൾ? ഈ സൊല്യൂഷനിൽ CuSO4 എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. CuSO4 എന്ന് പറഞ്ഞാൽ Cu2+ഉം SO4 2-ഉം. അതായത് ഇവിടെ കോപ്പർ എന്ത് സ്റ്റേറ്റിലാണ്? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് 2 ഇലക്ട്രോണിന്റെ കുറവുണ്ട് എന്നാണ് എന്റെ അർത്ഥം. അതുകൊണ്ടാണ് പുള്ളിയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ എന്നിരിക്കുന്നത്. പുള്ളിയുടെ കയ്യിൽ ഇപ്പൊ 2 ഇലക്ട്രോൺ കുറവാണ്, അതാണ് 2+ ഓക്സിജൻ. അപ്പോഴാണ് സിങ്ക് കൊടുത്ത ഇലക്ട്രോൺസ് മൊത്തം അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഈ പുള്ളി എന്ത് ചെയ്യും? ആ സൊല്യൂഷനിലുള്ള Cu2+ ഈ ഇലക്ട്രോണിനെ അങ്ങ് വാങ്ങും. എന്ത് ചെയ്യും? ഈ സിങ്ക് കൊടുത്ത ഇലക്ട്രോണിനെ ഈ Cu2+ അങ്ങ് വാങ്ങും. അപ്പൊ ഞാൻ ആ റിയാക്ഷൻ ആണ് ഇനി എഴുതാൻ പോകുന്നത്. Cu2+ എന്ത് ചെയ്തു? സൊല്യൂഷനിലുള്ള Cu2+ ആയതുകൊണ്ട് ഞാൻ അതിനെ അക്വസ് എന്ന് എഴുതി. ഇവിടെയൊക്കെ സിങ്ക് സോളിഡ് ആയിരുന്നു, ഇത് അക്വസ് ആണ്. ഓക്കെ, ഇവിടെ Cu2+ അക്വസ് സ്റ്റേറ്റിലുള്ള Cu2+ എന്ത് ചെയ്തു? ഈ 2 ഇലക്ട്രോണിനെ അങ്ങ് വാങ്ങി. അപ്പൊ അതിൽ എന്തായിട്ട് മാറി? സാധാരണ കോപ്പർ ആയിട്ട് മാറി. ആ കോപ്പർ എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളുടെ ആ ഇലക്ട്രോഡ് ഉണ്ടല്ലോ, കോപ്പർ ഇലക്ട്രോഡ് ഓൾറെഡി അവിടെ ഉണ്ടല്ലോ, ആ ഇലക്ട്രോഡിലേക്ക് ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പൊ ഓൾറെഡി ഉള്ള കോപ്പർ ഇലക്ട്രോഡിന്റെ മേളിലേക്ക് വീണ്ടും ചെമ്പ് ചെന്ന് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന കോപ്പർ ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാണ് കോപ്പർ കമ്പാർട്ട്മെന്റിൽ നടക്കുന്ന റിയാക്ഷൻ. ഈ റിയാക്ഷനെ എന്ത് വിളിക്കും? എന്ത് പേരിട്ട് വിളിക്കും? ഈ റിയാക്ഷനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? ഞാൻ പറയുന്നത് എന്ത് പേരിട്ട് വിളിക്കും റിയാക്ഷനെ? റിഡക്ഷൻ. കാരണം എന്താ? ഇവിടെ ഇലക്ട്രോണിനെ വാങ്ങിയേക്കുവാണ് അല്ലെ, കോപ്പർ Cu2+ ഇലക്ട്രോണിനെ വാങ്ങിയത് കൊണ്ട് നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാം? റിഡക്ഷൻ എന്ന് വിളിക്കാം. എവിടെയാണോ റിഡക്ഷൻ നടക്കുന്നത് ആ ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാഥോഡ്. എന്നാണ് വിളിക്കുന്നത് കാഥോഡ്. അപ്പൊ ഇവിടുത്തെ കാഥോഡ് ആരാണ്? കോപ്പർ ആണ് കാഥോഡ്. കോപ്പർ ഈസ് ദ കാഥോഡ്. അപ്പൊ ആനോഡ് നെഗറ്റീവ് ആണെങ്കിൽ കാഥോഡ് എന്തായിരിക്കും? കാഥോഡ് വിൽ ബി പോസിറ്റീവ്. കാഥോഡ് പോസിറ്റീവ് ആയിരിക്കും. കാരണം ഇലക്ട്രോണിനെ വാങ്ങുവാണ് ചെയ്യുന്നത് അല്ലെ, ഇലക്ട്രോണിനെ വാങ്ങുന്ന ഒരാൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. സോ കാഥോഡ് ഈസ് പോസിറ്റീവ്. അപ്പൊ ഇതാണ് സിങ്ക് ഇലക്ട്രോഡിലും കോപ്പർ ഇലക്ട്രോഡിലും നടക്കുന്ന റിയാക്ഷൻ. വളരെ വൃത്തിയായിട്ട് പഠിച്ചോളണം കേട്ടോ. സോ ദീസ് ആർ ദ റിയാക്ഷൻസ് ദാറ്റ് കോപ്പർ ആൻഡ് സിങ്ക്. സിങ്ക് ഈസ് കോൾഡ് ആനോഡ് വിച്ച് ഈസ് നെഗറ്റീവ്, കോപ്പർ ഈസ് കോൾഡ് കാഥോഡ് വിച്ച് ഈസ് പോസിറ്റീവ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഓക്സിഡേഷൻ മാത്രമല്ല നമ്മൾ ഇതിനെ എഴുതുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. എന്താണ് എഴുതുന്നത്? ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. ഇതിനെ നമ്മൾ റിഡക്ഷൻ എന്ന് മാത്രമല്ല എഴുതുന്നത്, റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എന്നാണ് എഴുതുന്നത്. എന്താണ് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ? എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്? ഹാഫ് റിയാക്ഷൻ എഴുതുന്നതിന്റെ കാരണം എന്താ? ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഓക്സിഡേഷന്റെ പകുതി നടന്നു എന്നാണോ? ഓക്സിഡേഷന്റെ പകുതി നടന്നു എന്നാണോ അതിന്റെ അർത്ഥം? ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷന്റെ പകുതി നടന്നു എന്നാണോ അതിന്റെ അർത്ഥം? എന്നാണോ അമീന അതിന്റെ അർത്ഥം? അല്ല സർ. അതെ അല്ലേ? ഓക്സിഡേഷന്റെ പകുതി നടന്നു? അല്ല. അല്ല പിന്നെ എന്താ? അമീന ഞാൻ പറഞ്ഞതാണോ ശ്രദ്ധിച്ചോണ്ടിരുന്നത്? അമീന എന്നാ പറയൂ, ഓക്സിഡേഷന്റെ പകുതി നടന്നു എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. പിന്നെ എന്താ? പിന്നെ എന്തുകൊണ്ടാണ് അതിനെ ഹാഫ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്? അതറിയില്ല.
അറിയില്ല. അമീനൊക്കെ എത്ര മാർക്കുണ്ട് +1 കെമിസ്ട്രിക്ക്? 64. 64. ഓക്കെ. അമാൻ, എന്തുകൊണ്ടാണ് അവിടെ ഹാഫ് റിയാക്ഷൻ എന്ന് വിളിക്കാൻ കാരണം? അത് അറിയില്ല സാർ. അമാനിന് എത്ര മാർക്കുണ്ട്? എനിക്ക് 48. ശരി. അപ്പൊ ഹാഫ് റിയാക്ഷൻ എന്ന് വിളിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന്. അത് ഡാനിയൽ സെല്ലിൽ നടക്കുന്ന മൊത്തം റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, കോപ്പർ ഇലക്ട്രോണിനെ വാങ്ങുന്നു. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു ഫുൾ റിയാക്ഷൻ ആവുന്നത്. പക്ഷെ നിങ്ങൾ ആനോഡിൽ എഴുതിയിരിക്കുന്ന റിയാക്ഷൻ നോക്കുക. ആനോഡിൽ എഴുതിയിരിക്കുന്ന റിയാക്ഷൻ എന്താ? സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, അത്രയും മാത്രമേ ആയിട്ടുള്ളൂ അല്ലെ? ആനോഡിലെ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമേ ആയിട്ടുള്ളൂ. അത് മൊത്തം റിയാക്ഷന്റെ പകുതിയല്ലേ ആയിട്ടുള്ളൂ. ഇനി കോപ്പർ അതിനെ വാങ്ങുക കൂടെ ചെയ്യുമ്പോഴല്ലേ ഫുൾ റിയാക്ഷൻ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളവിടെ ഓക്സിഡേഷൻ ഹാഫ് എന്ന് എഴുതിയിരിക്കുന്നത്. ഹാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാനിയൽ സെല്ലിൽ നടക്കുന്ന മൊത്തം റിയാക്ഷൻ ഒന്നുമല്ല. മൊത്തം റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതും വാങ്ങുന്നതും കൂടെ ചേരുമ്പോഴേ മൊത്തമാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൊടുക്കൽ എന്നുള്ള പ്രോസസ്സ് പകുതി മാത്രമേ ആവുന്നുള്ളൂ, വാങ്ങൽ എന്ന് പറയുന്ന പ്രോസസ്സും പകുതി മാത്രമേ ആവുന്നുള്ളൂ. കൊടുക്കലും വാങ്ങലും കൂടെ ചേരുമ്പോഴാണ് മൊത്തം റിയാക്ഷൻ ആകുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളവിടെ ഹാഫ് റിയാക്ഷൻ എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഡാനിയൽ സെല്ലിൽ നടക്കുന്ന മൊത്തം റിയാക്ഷനെ നമ്മൾ എങ്ങനെ എഴുതും? അതിനെയാണ് നമ്മൾ ഓവറോൾ റിയാക്ഷൻ അല്ലെങ്കിൽ നെറ്റ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഇതുപോലെ ഒരു വര വരച്ചിട്ട് നെറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഓവറോൾ റിയാക്ഷൻ രണ്ടു പേരിലും അറിയപ്പെടും. നെറ്റ് റിയാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് റിയാക്ഷൻ കൂടെ അങ്ങ് കൂട്ടണം. ഏതോ ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷനും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നെറ്റ് റിയാക്ഷൻ കിട്ടുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇടത്തുവശത്തുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുക, വലത്തുവശത്തുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇടത്തുവശത്ത് എന്തൊക്കെയുള്ളത്? ഇവിടെ സിങ്ക് ഉണ്ട് അല്ലെ? ഈ ആരോ മാർക്കിന്റെ ഇടത്തുവശത്ത് സിങ്ക് ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ എടുത്തെഴുതി സിങ്ക് പ്ലസ് പിന്നെ ഇവിടെ ആരോ മാർക്കാ. പിന്നെ ഇവിടെ വലത്തുവശത്താണല്ലോ തന്നെ, അത് നമ്മളിപ്പോ എഴുതേണ്ട കാര്യമില്ല. ഇവിടെ ഇടത്തുവശത്ത് Cu2+ ഉണ്ട്. അപ്പൊ നമ്മൾ എഴുതി Cu2+ പ്ലസ് പിന്നെ ഇവിടെ ഒരു 2 ഇലക്ട്രോൺ കൂടെ ഉണ്ട്, 2 ഇലക്ട്രോൺ. ഇനി നമ്മൾ ആരോ മാർക്ക് എടുത്തു. ആരോ മാർക്കിന്റെ വലത്തുവശത്തുള്ള സാധനങ്ങൾ ഇവിടെ Zn2+ ഉണ്ട്, ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ Cu ഉണ്ട്. ഈ 3 സാധനങ്ങളെ കൂടെ എടുത്തെഴുതുക. Zn2+ പ്ലസ് 2 ഇലക്ട്രോൺ പ്ലസ് കോപ്പർ. ഇനി നിങ്ങൾ നോക്കുക, ആരോ മാർക്കിന്റെ ഇടത്തുവശത്തും ആരോ മാർക്കിന്റെ വലത്തുവശത്തും 2 ഇലക്ട്രോൺ വെച്ചില്ലേ നോക്കി. ഈ 2 ഇലക്ട്രോണിനെയും ഈ 2 ഇലക്ട്രോണിനെയും വെട്ടിക്കളയാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് Zn in the solid state plus Cu2+ in the aqueous state gives Zn2+ in the aqueous state plus Cu in the solid state. ഇതാണ് ഡാനിയൽ സെല്ലിൽ നടക്കുന്ന മൊത്തം റിയാക്ഷൻ, നെറ്റ് റിയാക്ഷൻ എന്ന് പറയും. സോ ദിസ് ഈസ് ദ നെറ്റ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ഡാനിയൽ സെൽ. ഇതാണ് ഡാനിയൽ സെല്ലിൽ നടക്കുന്ന മൊത്തം റിയാക്ഷൻ. ഈ റിയാക്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത്, ആർക്കാണ് റിഡക്ഷൻ നടന്നതെന്ന്. ഈ ഒരൊറ്റ റിയാക്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. അതെങ്ങനെയാ അങ്ങനെ പറയാൻ പറ്റണേ? നിങ്ങൾ നോക്കുക, ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതി നോക്കിയാൽ മതി. ഈ സിങ്ക് എന്ന് പറയുന്നത് ഫ്രീ സ്റ്റേറ്റിൽ നിൽക്കുന്ന സാധനമാണ് അല്ലെ? ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? 0. ഈ Cuന്റെ 2+ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ സിങ്കിന്റെ 2+ എഴുതിയിട്ടുണ്ട്. ഇവിടെ Cu ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, പുള്ളിയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. ഇനി നിങ്ങൾ നോക്കുക, സിങ്കിന് എന്താണ് സംഭവിച്ചത്? റിയാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് സിങ്ക് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരുന്നു. റിയാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സിങ്ക് 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് ആയി. അതായത് 0-ൽ നിന്ന് 2+ലേക്ക് ഓക്സിഡേഷൻ നമ്പർ കൂടി. ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണ് ചെയ്തത്. ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു വസ്തുവിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് Cu2+ എന്ന് പറയുന്ന സാധനം നിങ്ങൾ നോക്കുക, 2+ ആയിരുന്നു റിയാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് 2+ ആയിരുന്നു. റിയാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് 0 ആയിട്ട് മാറി, കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? റിഡക്ഷൻ എന്ന് വിളിക്കാം. സോ ദിസ് ഈസ് എ റിഡക്ഷൻ റിയാക്ഷൻ.
കോപ്പർ 2+ കോപ്പർ ആവുന്നത് റിഡക്ഷൻ, Zn2+ ആവുന്നത് ഓക്സിഡേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡാനിയൽ സെല്ലിൽ നടക്കുന്ന മൊത്തം റിയാക്ഷനെ ഒരു പേരിട്ട് വിളിക്കാം. അത് എന്ത് പേരാന്ന് നിങ്ങൾക്ക് പറയാമോ? ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്നത് കൊണ്ട് നമുക്ക് ഡാനിയൽ സെല്ലിലുള്ള മൊത്തം റിയാക്ഷൻ എന്തെന്ന് വിളിക്കാം? റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം. എന്താണ് വിളിക്കുന്നത്? റിഡോക്സ് റിയാക്ഷൻ. ഇപ്പൊ ഡാനിയൽ സെല്ലിൽ നടക്കുന്ന മൊത്തം റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഇറ്റ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? സിങ്കിന്. ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? കോപ്പറിന്. മനസ്സിലായോ ഇത്രയും കാര്യങ്ങള്? അപ്പൊ ഡാനിയൽ സെൽ എന്താണ്, അതിന്റെ കൺസ്ട്രക്ഷൻ എന്താണ്, അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ എന്താണ്, റിയാക്ഷൻസ് എന്താണ്, ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണ്, നെറ്റ് റിയാക്ഷൻ എന്താണ്, ആനോഡ് എന്താണ്, കാഥോഡ് എന്താണ്, ആനോഡിന്റെ ചാർജ് എന്താണ്, കാഥോഡിന്റെ ചാർജ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ജെസ്സിക്ക് എത്ര മാർക്കുണ്ട് +1-ന്? 76. ആഷിഖ് നാസറിന് എത്ര മാർക്കുണ്ട്? 80. അലിമോൻ എത്ര മാർക്കുണ്ട്? 55. എത്ര മാർക്കുണ്ട് കെമിസ്ട്രിക്ക്? 55. കൈലാസ് സാധനം എത്ര മാർക്കുണ്ട്? 62. ഓക്കെ, ബാക്കിയുള്ളവരോട് ഞാൻ പതുക്കെ ചോദിക്കാം കേട്ടോ. എല്ലാരും കൂടെ ഒരുമിച്ച് ചോദിച്ചാൽ സമയം പോകും, അതുകൊണ്ട് പതുക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഡാനിയൽ സെല്ലിന്റെ റിയാക്ഷൻസിനെ പറ്റി പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വാട്ട് ഈസ് കോൾഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്നാ? പൊട്ടൻഷ്യൽ ചുമ്മാ ഇലക്ട്രോണിനെയൊക്കെ വിട്ടേക്ക്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ ബേസിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ അർത്ഥം? ഇംഗ്ലീഷിലെ ഒരു ഇംഗ്ലീഷ് വാക്ക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം എന്താ? ബേസിൽ നല്ല പൊട്ടൻഷ്യൽ ഒരാളാണ് എന്ന് ഞാൻ പറഞ്ഞ ബേസിൽ എന്ത് മനസ്സിലാക്കും? കപ്പാസിറ്റി, കഴിവ് അല്ലേ? പഠിക്കാനുള്ള പൊട്ടൻഷ്യൽ, കഴിവ് അല്ലെ? നമ്മള് കഴിവ് എന്ന് പറയും. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ കഴിവാണ്. ഇലക്ട്രോഡിന് ഇപ്പൊ എന്ത് പൊട്ടൻഷ്യലാ? ഇലക്ട്രോഡിന്റെ എന്ത് കഴിവിനെ പറ്റിയാണ് നമ്മളിപ്പോ ഇവിടെ പറയുന്നത്? ഇലക്ട്രോഡിന്റെ കാര്യം പറയുമ്പോൾ എന്താ ഇലക്ട്രോഡിന് പഠിക്കാനുള്ള കഴിവാണോ? അതാണോ ഇലക്ട്രോഡിന്റെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തിനുള്ള കഴിവായിരിക്കും? പൈസ. ഇലക്ട്രോഡിന് എന്തിനുള്ള കഴിവായിരിക്കും? അത് തന്നെ. ഇലക്ട്രോണിനെ മേടിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള കഴിവ്. അതാണ് ഇലക്ട്രോഡിന്റെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ? ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഗെയിൻ ഇലക്ട്രോൺസ് ഓർ ലൂസ് ഇലക്ട്രോൺസ്. ഒന്നെങ്കിൽ ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ് അല്ലെങ്കിൽ ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള കഴിവ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള കഴിവിനെ നമ്മൾ എന്തെന്ന് വിളിക്കും അറിയാമോ? ഒരു ഇലക്ട്രോണിനെ കൊടുക്കാനാണ് കഴിവെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും? ആദിൽ മുഹമ്മദ് എന്ത് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും? ഓക്സിഡേഷൻ അല്ലേ? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. കാരണം എന്താ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പ്രോസസ്സിനെയല്ലേ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു വസ്തുവിന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ്. ആദിൽ മുഹമ്മദിന് എത്ര മാർക്കുണ്ട് കെമിസ്ട്രിക്ക്? 71. ഓക്കെ. അപ്പൊ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ്, അതിനെയാണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള കഴിവിന് നമ്മൾ എന്തെന്ന് പറയും? റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. സോ ഇറ്റ് ഈസ് കോൾഡ് റിഡക്ഷൻ. അപ്പൊ ഇനി ഇത് മറന്നു പോകാൻ പാടില്ല. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ്. ഇതാണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും. പക്ഷെ നമ്മളോട് IUPAC പറഞ്ഞേക്കുവാണ്, നിങ്ങൾ നോക്കുക, ഈ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും ഇങ്ങനെ മാറി 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 ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും, ആകെ കൺഫ്യൂഷൻ ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുമെന്ന് വിചാരിക്കും.
ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ്. അപ്പൊ പല രാജ്യങ്ങളുണ്ട്, ഇന്ത്യ ഉണ്ട്, അമേരിക്ക ഉണ്ട്, ജപ്പാൻ ഉണ്ട്, അങ്ങനെ പല ചൈനയുണ്ട്, എല്ലാ കുറെ രാജ്യങ്ങളുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് ഒരാള് ഒരു പേപ്പർ പ്രസന്റ് ചെയ്യുകയാണ്, അയാളുടെ പേപ്പർ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഒരു പേപ്പർ പ്രസന്റ് ചെയ്യുകയാണ്. അപ്പൊ അയാൾ ഇങ്ങനെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇങ്ങനെ ഏത് നേരം പറഞ്ഞുകൊണ്ടിരിക്കാന്ന് വിചാരിക്കും. അപ്പൊ ആ കൂട്ടത്തിലുള്ളവര് ഇങ്ങനെ ആലോചിക്കും, ഇയാളിപ്പോ ഏത് പൊട്ടൻഷ്യലിനെ പറ്റിയാ പറയുന്നത്, ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിനെ പറ്റിയാണോ അതോ റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ പറ്റിയാണോ? കാരണം രണ്ടും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നെയാണ്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാലും ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലാ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാലും ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലാ. പീപ്പിൾ ഇനി ഏതിനെ പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് IUPAC നമ്മളോട് IUPAC നമുക്കറിയാലോ, ഇന്റർനാഷണൽ യൂണിയൻ ആണ് കെമിസ്ട്രിയുടെ തന്നെ. അപ്പൊ അവര് നമ്മളോട് പറഞ്ഞേക്കുവാണ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പൊട്ടൻഷ്യൽ എടുത്താൽ മതി, റിഡക്ഷൻ പൊട്ടൻഷ്യലിന് എടുത്താൽ മതി എന്ന് നിങ്ങളോട് പറഞ്ഞേക്കുവാണ്. IUPAC നമ്മളോട് പറഞ്ഞു തന്നേക്കുവാണ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്ത് പൊട്ടൻഷ്യൽ ആണ്? ഇറ്റ് ഈസ് ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, അത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെന്ന് പറഞ്ഞേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, രണ്ടുപേരെ നിങ്ങളുടെ ക്ലാസ്സിലെ രണ്ടുപേരെ ഞാൻ എടുക്കുവാണ്. അപ്പൊ ആരൊക്കെയാ? നമ്മളുടെ ബേസിലിനെ എടുത്തു, ആൽഡ്രിനെ എടുത്തു, രണ്ടുപേരെ എടുത്തു. എന്നിട്ട് പറയാണ് ആൽഡ്രിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് കൂടുതൽ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കും അതിൽ നിന്ന്? IUPAC നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ ആൽഡ്രിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് ബേസിലിനേക്കാളും കൂടുതൽ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കും? ആൽഡ്രിൻ എന്ത് മനസ്സിലാക്കും? അതല്ലേ നമുക്ക് ആദ്യം അറിയണ്ടേ. ആൽഡ്രിൻ എന്ത് മനസ്സിലാക്കും? ആൽഡ്രിൻ ഇലക്ട്രോണിനെ വാങ്ങാനുള്ള പൊട്ടൻഷ്യൽ കൂടുതലാണ് എന്ന് മനസ്സിലാക്കണം. കാരണം എന്താ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്, അതാണ് ആൽഡ്രിന് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഇലക്ട്രോണിനെ വാങ്ങാനുള്ള പൊട്ടൻഷ്യൽ കൂടുതൽ ആൽഡ്രിനാണ്. കാരണം റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ പറ്റി ചിന്തിച്ചാൽ മതി, ഇനി ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിനെ വിട്ടുകളഞ്ഞേക്കും. അപ്പൊ ഇതാണ് IUPAC നമ്മളോട് പറഞ്ഞിരിക്കുന്ന റൂള്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ്, ദാറ്റ് ഈസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് എന്ന് പറഞ്ഞേക്കും. ആൽഡ്രിന് എത്ര മാർക്ക് ഉണ്ട് കെമിസ്ട്രിക്ക്? 74. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്ത ടേമാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്താണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു, അതിപ്പോ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇലക്ട്രോണിനെ വാങ്ങാനോ കൊടുക്കാനോ ഉള്ള കഴിവ്, അതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അതിൽ തന്നെ IUPAC നമ്മളോട് പറഞ്ഞേക്കാണ് ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവിനെ മാത്രം കൺസിഡർ ചെയ്താൽ മതി, കൊടുക്കാനുള്ള കഴിവിനെ പറ്റി നിങ്ങൾ തൽക്കാലം മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞേക്കുവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതെന്താ അവിടെ വരുന്ന വ്യത്യാസം എന്തായിരിക്കും ഹഫീഫ? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വ്യത്യാസം? ബുക്കൊന്നും വായിക്കേണ്ടെന്നില്ല, ഹഫീഫക്ക് എന്താണ് തോന്നണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. എല്ലാം ഇതും ഇതായിട്ടുണ്ടെങ്കിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ്. അതായത് സ്റ്റാൻഡേർഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? നമ്മള് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് സെറ്റ് ചെയ്യുന്നത്? ഡാനിയൽ സെല്ലിന്റെ ടെമ്പറേച്ചർ 298 കെൽവിൻ ആണ് എന്ന് ഉറപ്പുവരുത്തുക. എന്താണ്? ഡാനിയൽ സെല്ലിന്റെ ടെമ്പറേച്ചർ 298 കെൽവിൻ ആണ് എന്ന് ഉറപ്പുവരുത്തുക. 2, അവിടുത്തെ പ്രഷർ ഒരു ATM ആണെന്ന് ഉറപ്പുവരുത്തുക. ഡാനിയൽ സെല്ലിന്റെ പ്രഷർ, അതായത് അതിന് ചുറ്റുമുള്ള പ്രഷർ ഒരു ATM ആണ് എന്ന് ഉറപ്പുവരുത്തുക. 3ാമത്തെ കണ്ടീഷൻ, നമ്മൾ എടുത്തിരിക്കുന്ന സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും 1 മോളാർ ആണ് എന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ എടുത്തിരിക്കുന്ന സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റും 1 മോളാർ ആണെന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന സിങ്ക് ഇലക്ട്രോഡും കോപ്പർ ഇലക്ട്രോഡും പ്യുവർ ആണ്, പ്യുവർ സിങ്കും പ്യുവർ കോപ്പറും ആണെന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും കണ്ടീഷൻ ഉറപ്പുവരുത്തുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ? അപ്പൊ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 298 കെൽവിൻ ആണെന്ന് ഉറപ്പുവരുത്തുക, പ്രഷർ ഒരേ ATM ആണെന്ന് ഉറപ്പുവരുത്തുക, സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റും 1 മോളാർ ആണെന്ന് ഉറപ്പുവരുത്തുക. 4ാമത്തത്, നമ്മൾ എടുത്തിരിക്കുന്ന സിങ്കും കോപ്പറും നല്ല പ്യുവർ ആയിട്ടുള്ള സിങ്കും കോപ്പറും ആണെന്ന് ഉറപ്പുവരുത്തുക.
ഈ 4 കണ്ടീഷനും ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുവാണെങ്കിൽ ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ മെഷർ ചെയ്യണമെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ തൽക്കാലം നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നതെങ്കിൽ ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇത്രയും കാര്യങ്ങളല്ലേ ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നു എന്ന് പറഞ്ഞത്. അതിലൊന്ന് ഓഡിയോ ഓൺ ചെയ്ത് അതിൻ്റെ അകത്ത് ആ ഹെഡിങ്സ് ഒന്ന് ആദ്യം തൊട്ടൊന്ന് വായിച്ചേ. ഫസ്റ്റ് ഹെഡിങ് എന്താ? ഫസ്റ്റ് ഹെഡിങ് ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഡെഫിനേഷൻ. പിന്നെ എന്താ എഴുതുന്നത്? പിന്നെ കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. ഓക്കെ, പിന്നെ എന്താ എഴുതുന്നത്? ടൈപ്സ് ഓഫ് സെല്ല്, അതായത് ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും. അതായത് ഗാൽവാനിക് സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലും എഴുതുന്നു. പിന്നെ എന്താ എഴുതുന്നത്? പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ഡാനിയൽ സെല്ല്. ഡാനിയൽ സെൽ എങ്ങനെയാ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് എഴുതുന്നു. പിന്നെ എന്താ എഴുതുന്നത്? പിന്നെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഡാനിയൽ സെല്ലിന്റെ റിയാക്ഷൻ ഒക്കെ എഴുതിയിട്ടില്ലേ? നെറ്റ് റിയാക്ഷനും ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് എന്താ എഴുതിയേ? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അതൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലെ? ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും ഒക്കെ എഴുതി. പിന്നെ എന്താ എഴുതിയേ? പിന്നെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ്. ഇത്രയല്ലേ എഴുതേക്കണത്? ശരി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ പറയുകയും ചെയ്തു. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ്, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് എഴുതും. ഞാൻ പറഞ്ഞേക്കുന്ന ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ടോ എന്ന് അതിലൊന്ന് നോക്കുക. അക്കോർഡിംഗ് ടു IUPAC കൺവെൻഷൻ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ടേക്കൺ ആ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അത് എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടോ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ടേക്കൺ ആസ് ദി സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ്. അപ്പൊ അതും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ അന്ന് അടുത്ത ഹെഡിങ് ആയിട്ട് എഴുതേണ്ടതാണ്, സൈഡ് ഹെഡിങ് ആയിട്ട് സെൽ പൊട്ടൻഷ്യൽ. എന്താണ് സെൽ പൊട്ടൻഷ്യൽ എന്ന് എഴുതുക. ചന്ദന ഓഡിയോ ഒന്ന് ഓൺ ചെയ്ത്. പുതിയ ആളല്ലേ? എവിടെയാ പഠിക്കുന്നത്? SNDP. അപ്പൊ ചന്ദന ഒരു കാര്യം ചെയ്യണം, ഇവരുടെ ഇന്ന് ഈ ട്യൂഷൻ സെന്ററിൽ ചോദിച്ചിട്ട് ഇലക്ട്രോ കെമിസ്ട്രിയുടെ പഴയ വീഡിയോ ഉണ്ടെങ്കിൽ അയച്ചു തരാൻ പറയണം. എന്നിട്ട് അത് കാണുക. ഇനിയിപ്പോ ആ വീഡിയോ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം വീഡിയോ ഇന്നിപ്പോ നമ്മളിപ്പോ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ഒന്നോടെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇനിയിപ്പോ ആ വീഡിയോ കാണണമെന്നില്ല. പക്ഷെ ഇതിന്റെ നോട്ട് അപ്പൊ എങ്ങനെ ചന്ദന എഴുതിയെടുക്കും? ഞാൻ നോട്ട് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇതിന്റെ അകത്ത് ഒരു നോട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഫോട്ടോ എടുത്ത് അനന്തു സാറിന്റെ ആയി കൊടുത്തേക്കാം. സാറിന്റെ ഒന്ന് മേടിച്ചോട്ടോ, ട്യൂഷൻ സെന്ററിൽ നിന്ന്. അത് മേടിച്ചോളൂ. ഓക്കെ, ശരി. അപ്പൊ ഇത്രയും നാളും എഴുതിയ നോട്ട് എന്റെ കയ്യിലുണ്ട്. ഞാൻ അത് അയച്ചു കൊടുത്തേക്കാം. അത് മേടിച്ചാൽ മതി. അപ്പൊ ഇനിത്തെ കാര്യം തൊട്ട് എഴുതിയിട്ടുള്ള സെൽ പൊട്ടൻഷ്യൽ എന്ന് ഹെഡിങ് കൊടുക്കുക എല്ലാവരും. സെൽ പൊട്ടൻഷ്യൽ. സാർ എനിക്ക് തേർഡ് ചാപ്റ്ററിന്റെ കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടിയിട്ടില്ല. അപ്പൊ മേഘ എന്ത് ചെയ്യണം? ഞാൻ ഈ അനന്തു സാറിന്റെ കയ്യിൽ ഇതിന്റെ നോട്ട് കൊടുക്കാം. ആ നോട്ട് മേടിച്ചോളണം കേട്ടോ. ഇനിയിപ്പോ വീഡിയോ കാണണമെന്നില്ല, കാരണം അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് പറഞ്ഞത്. ഇന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സംശയം ഉള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് ഒന്നുകൂടെ കണ്ടാൽ മതി. അന്നത്തെ ആ വീഡിയോ എടുത്ത് ഒന്നുകൂടെ. അപ്പോ സെൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അത് എഴുതിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ അർത്ഥം പറയാം. എഴുതിക്കോളുക. The potential difference between the two electrodes. Electrode എന്നാട്ടോ പറഞ്ഞത്, ഇലക്ട്രോൺ അല്ല, ഇലക്ട്രോഡ്. The potential difference between the two electrodes. ബ്രാക്കറ്റില് ആനോഡ് ആൻഡ് കാഥോഡ്. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. In a galvanic cell is called cell potential.
ബ്രാക്കറ്റിലെ യൂണിറ്റ് ഇസ് ഈക്വൽ ടു വോൾട്ട് എഴുതുക. യൂണിറ്റ് സെൽ പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് ആണ് ഇത് ഇതുപോലെ എഴുതുക. വോൾട്ട്, VOLTS, വോൾട്ട്സ്. യൂണിറ്റ് ആണ് വോൾട്ട്. എന്താണ് അതിന്റെ അർത്ഥം എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ഗാൽവാനിക് സെൽ എടുക്കുക. അതെ, ഈ ഡാനിയൽ സെൽ ഒരു ഗാൽവാനിക് സെല്ലാണല്ലോ. ഈ ഗാൽവാനിക് സെല്ലില് സിങ്കിന്റെ പൊട്ടൻഷ്യൽ ആയിരിക്കില്ലല്ലോ കോപ്പറിന്റെ പൊട്ടൻഷ്യൽ, അല്ലേ? നിങ്ങൾ ആലോചിക്കുക, സിങ്കിന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവല്ലേ കൂടുതൽ, ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവല്ലല്ലോ. പക്ഷെ കോപ്പറിന് അങ്ങനെയല്ലല്ലോ, നേരെ തിരിച്ചല്ലേ. കോപ്പറിന് ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവാണ് കൂടുതൽ, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കുറവാണ്. അപ്പൊ എന്റെ ചോദ്യം, ഇതിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ ആർക്കാണ്? കോപ്പറിനാണോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ, സിങ്കിനാണോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ? ആർക്കാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ? ആർക്കാ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ? ഹാഫിസെ? അത് കോപ്പറിനല്ലേ? കോപ്പറിനാണ്. കാരണം എന്താ? കോപ്പറാണല്ലോ ഇലക്ട്രോണിനെ വാങ്ങുന്നയാളെ. ഇലക്ട്രോണിനെ വാങ്ങുന്നതിനെയല്ലേ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ കോപ്പറിനാണ്, സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വെച്ചോളുക, കാഥോഡ് എന്ന് പറയുന്ന സാധനത്തിനായിരിക്കും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ, ആനോഡിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എപ്പോഴും കുറവായിരിക്കും. നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചോളുക, കാഥോഡിനായിരിക്കും കൂടുതൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ആനോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. കാഥോഡിനാണ് കൂടുതൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ആനോഡിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞ എന്താണ്, ഇവരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തമ്മിലൊരു വ്യത്യാസമുണ്ട്, അല്ലെ? ഒരാളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലും മറ്റൊരാളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. ആ വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? കാഥോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാഥോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. എന്നിട്ട് താഴെ നിങ്ങൾ എഴുതുക, the cell potential is represented as, the cell potential is represented as, താഴെ നിങ്ങൾ എഴുതുക, the cell potential is represented as, സെൽ പൊട്ടൻഷ്യലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതുപോലെയാണ്, ഇങ്ങനെ എഴുതുക, ഈ സെൽ, ഈ സെൽ, ഈ സെൽ. ഇതുപോലെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് നിങ്ങൾ വീണ്ടും താഴെ എഴുതുക, ഇ സെൽ ഇസ് ഈക്വൽ ടു ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ്. ഇ കാഥോഡ് മൈനസ് ഇ ആനോഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കാഥോഡിന്റെ പൊട്ടൻഷ്യല് മൈനസ് ആനോഡിന്റെ പൊട്ടൻഷ്യല്. അതാണ് സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. കാഥോഡിന്റെ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിന്റെ പൊട്ടൻഷ്യൽ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഇതിനെ തന്നെ നമുക്ക് വീണ്ടും വേറൊരു രീതിയിൽ എഴുതാം, ദാറ്റ് ഈസ് ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ്. ഇ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ്. ഈ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ്. എന്താ അങ്ങനെ എഴുതിയേക്കണേ? ഈ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റോ എന്ന് പറഞ്ഞിട്ട് അർത്ഥം എന്നാ? ആന ജസി അങ്ങനെ എഴുതിയിരിക്കുന്ന ഈ റൈറ്റ് മൈനസ് ഇ ലെഫ്റ്റ് എന്ന് പറ്റേ അതുകൊണ്ട് തന്നെയാണ്. അതായത് IUPAC നമ്മളോട് പറഞ്ഞേക്കുവാണ്, നമ്മളിപ്പോ ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോ, ഇവിടെ ഞാനിപ്പോ ഒരു ഡാനിയൽ സെല്ലിന്റെ ഡയഗ്രാം വരച്ചിട്ടുണ്ടല്ലോ, ആ ഡയഗ്രത്തിലെ കാഥോഡിനെ ഞാൻ എവിടെ വരച്ചേക്കണെന്ന് നോക്കി, വലത്ത് വശത്ത്, അല്ലെ? കാഥോഡ് കോപ്പർ അല്ലേ? കോപ്പറിന് ഞാൻ എപ്പോഴും വലത്ത് വശത്തല്ലേ വരച്ചേക്കണേ നോക്കി. ലെഫ്റ്റ് സൈഡിൽ വരച്ചേക്കുന്നത് ആരാണ്? ആനോഡ്. ആനോഡിനെ ലെഫ്റ്റ് സൈഡിലാണ് വരച്ചേക്കുന്നത്. അങ്ങനെ വരയ്ക്കാവുള്ളൂ എന്ന് IUPAC നമ്മളോട് പറഞ്ഞേക്കുവാണ്. കാഥോഡിനെ എപ്പോഴും വലത്ത് വശത്തും ആനോഡിനെ ഇടത്ത് വശത്തുമായിട്ടേ വരയ്ക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ റൈറ്റ് മൈനസ്. അപ്പൊ അതാണ് കാഥോഡിന് പകരം റൈറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. കാഥോഡ് വലത്ത് വശത്ത് ആയതുകൊണ്ടാണ് കാഥോഡിനെ വലത്ത്, ആനോഡിനെ ഇടത്ത് എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് എന്നുള്ളത് അല്ല പഠിക്കേണ്ടത്, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, ആ ഫോർമുലയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മറ്റേത് ഈ റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ ഉള്ളത് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി അടുത്തത് നിങ്ങൾ സെൽ റെപ്രസെന്റേഷൻ എന്ന് ഹെഡിങ് കൊടുക്കുക. സെൽ റെപ്രസെന്റേഷൻ.
സെൽ റെപ്രസെന്റേഷൻ. സെൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ രണ്ടുപേരെ ചേർത്ത് ഒരു സെൽ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അപ്പൊ അതെ സിങ്കും കോപ്പറും കൂടെ ചേർത്ത് നമ്മളിപ്പോ ഒരു സെല്ലല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സെല്ലിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നതായിരിക്കും റെപ്രസെന്റ് ചെയ്തേക്കുന്നല്ലേ ഇപ്പൊ മേളിൽ വരച്ച് വെച്ചേക്കുന്നത് അല്ലേ, സിങ്കിന്റെ കമ്പാർട്ട്മെന്റും കോപ്പർ കമ്പാർട്ട്മെന്റും ഒക്കെ വരച്ച്. അത് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ഇത് സെൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് IUPAC തന്നിരിക്കുന്ന റൂൾ അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അതാണ് ഇനി പറയാൻ പോകുന്നത്. ഡയഗ്രാം വേറെ, സെൽ റെപ്രസെന്റേഷൻ വേറെ. അത് നിങ്ങൾ വേറെ വേറെ ആയിട്ട് പഠിച്ചു വെക്കണം. അതിന് ആദ്യം നമ്മൾ വരച്ചതിനെ പറയുന്നത് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. സെൽ റെപ്രസെന്റേഷന് വേറൊരു റൂൾ ഉണ്ട്. ആ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഏതൊരു സെല്ലിനെയും റെപ്രസെന്റ് ചെയ്യുന്നത്. സിങ്കും കോപ്പറും തന്നെ വേണമെന്നില്ല. ഇപ്പൊ ഏത് സെൽ ഉണ്ടാക്കിയാലും ഇപ്പൊ സിൽവറും ഗോൾഡും അല്ലെങ്കിൽ കോപ്പറും സിങ്കും, കോപ്പറും സിൽവറും നിക്കലും കാഡ്മിയം, അങ്ങനെ ഏത് രണ്ട് സാധനങ്ങളെ ചേർത്ത് നിങ്ങൾ സെൽ ഉണ്ടാക്കിയാലും ആ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന IUPAC നമുക്ക് ഒരു റൂള് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ റൂളിനെയാണ് സെൽ റെപ്രസെന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ എഴുതിക്കോ, അക്കോർഡിംഗ് ടു IUPAC കൺവെൻഷൻ എഴുതുക. അക്കോർഡിംഗ് ടു IUPAC കൺവെൻഷൻ, anode is written at the left side. Anode is written at the left side. Anode is written at the left side. And cathode at the right side. And cathode at the right side. And cathode at the right side. Full stop. அடுத்த sentence. Metal and electrolyte solution. Metal and electrolyte solution. Metal and electrolyte solution is separated by metal and electrolyte solution is separated by a single vertical line. Is separated by a single vertical line. A single vertical line. Full stop. So അടുത്ത sentence, salt bridge is represented by a double vertical line. Salt bridge is represented by a double vertical line. അപ്പൊ ഇതിന്റെ അർത്ഥം ഞാൻ നാളെ പറഞ്ഞുതരാം. താങ്ക് യു. താങ്ക് യു സർ.